റെക്കോർഡിംഗ് ആണ്. നമ്മളിപ്പോ വീഡിയോ തുടങ്ങാൻ പോവാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാല് അബയുടെ ഇവിടം വരെ കാണാം. അതായത് ഇവിടെ പക്ഷെ നല്ല വൃത്തിയുണ്ട്, കുഴപ്പമില്ല, നല്ല വൃത്തിയുണ്ട്. അബയ ഇരിക്കുന്ന സെറ്റാണ്. ജോഫിനോട് എനിക്ക് പറയാൻ ഇങ്ങനെ ചുമ്മി ഇരിക്കരുത്, നേരെ ഇരിക്കണം. പിന്നെ ഓക്കെ ഹൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ നീ ഇരിക്കുന്ന നേരെ ഞാൻ നിന്റെ കാലൊക്കെ കാണാം, താഴോട്ട് കാണുന്നില്ല. ഓക്കെ അവിടെ വരെ കാണാം. പിന്നെ ക്യാമറയിലോട്ട് നോക്കി സംസാരിക്കാം. പിന്നെ ആകാശത്ത് നോക്കി സംസാരിക്കരുത് കേട്ടോ. എല്ലാരോടും കൂടെ നമ്മള് എല്ലാരും സംസാരിക്കാൻ അതില്ലല്ലോ. സംസാരിക്കുമ്പോ ഒച്ചയിൽ സംസാരിക്കണേ. ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എല്ലാവരും വന്നിട്ടില്ല. ഞങ്ങൾ എല്ലാവരും ജർമ്മനിയിലെ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോമഡി ആക്കല്ലേ, സീരിയസ് ആയിട്ട് ഇരിക്കും. നമുക്ക് കോൺട്രാക്റ്റില് ഹൗസ് ബിൽഡിംഗ് നമ്മളൊരു ആർബേഗേവർ നമുക്ക് ഉണ്ടാവും, ഒരു എംപ്ലോയർ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു സ്കൂൾ ഉണ്ടാവും. ഞാൻ ഇൻട്രോ ആയിട്ട് നിങ്ങൾ അന്വേഷിച്ചു സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കോൺട്രാക്ട് കിട്ടും. ആ കോൺട്രാക്റ്റില് ആർബേഗേവറിന്റെ കാര്യങ്ങളും ഉണ്ടാവും, അതുപോലെ സ്കൂളിന്റെ ഇതുണ്ടാവും. അപ്പൊ ചിലവർക്ക് അത് ക്രാങ്കൻ ഹൗസ് ആയിരിക്കും, അതായത് ഹോസ്പിറ്റലായിരിക്കും ആർബേഗേവർ. ചിലവർക്ക് അത് ആൾട്ടൻഹൈം ആയിരിക്കും. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്, നമ്മള് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നത് നമുക്ക് ആർബേഗേവർ എന്ന് വെച്ചാൽ എംപ്ലോയർ. നമ്മുടെ എംപ്ലോയർ ആൾട്ടൻഹൈമും കിട്ടാറുണ്ട്, അതുപോലെ തന്നെ ക്രാങ്കൻ ഹൗസും കിട്ടാറുണ്ട്. ആൾട്ടൻഹൈം എന്ന് വെച്ചാൽ ഓൾഡ് ഏജ് ഹോം, ക്രാങ്കൻ ഹൗസ് എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ ആർബേഗേവർ ആയിട്ട് കിട്ടാറുണ്ട്, ആൾട്ടൻഹൈമിലും കിട്ടാറുണ്ട്. അപ്പൊ ഇത് രണ്ടിനെയും ഡിഫറൻസ് എന്താണ്? ഓൾഡ് ഏജ് ഹോമിലേക്ക് നമ്മൾ ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമുണ്ടോ? അതുപോലെ തന്നെ ക്രാങ്കൻ ഹൗസിൽ ഹോസ്പിറ്റലിലേക്ക് ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സ്ട്രെസ്സിംഗ് ആയിരിക്കുമോ? അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്റെ ഈ വീഡിയോ അല്ല സാധനം നമ്മളവിടെ ഹോസ്പിറ്റലിന് എല്ലാവർക്കും അറിയുള്ളൂ. പക്ഷെ ഇതിവിടെ ക്ലിനിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും നാട്ടിലുള്ളപ്പോ വിചാരിക്കുന്നത് എന്താ, ചെറിയ ക്ലിനിക്കാണ്. പക്ഷെ ഇവിടെ മെഡിക്കൽ കോളേജിനെയും യൂണിവേഴ്സിറ്റി ക്ലിനിക് എന്ന് പറയുന്നത് ക്ലിനിക്കോ അല്ലെങ്കിൽ അപ്പൊ നമ്മള് ആർബേഗേവറിന് എന്താണ് നമ്മുടെ ഹൗസ് ബിൽഡിങ്ങിന് ഇമ്പോർട്ടൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ വീഡിയോയിൽ ഞാൻ മാത്രമല്ല എന്നുള്ളത് കുറച്ച് അതിഥികളുണ്ട്, നമുക്ക് അവരെ ആദ്യം പരിചയപ്പെടാം. എന്നിട്ട് നമുക്ക് നമുക്ക് ഓരോരുത്തരെ വെച്ച് പരിചയപ്പെടാം. പറഞ്ഞോ പേര്. അറിയാത്തവരുണ്ടാവൂടാ. ഇത് അഭയ് പീറ്റർ, ഇതല്ലാത്ത അഭയ് പീറ്റർ. ഞാൻ പറയാം, ഇതാണ് എബി പീറ്റർ. ഞങ്ങൾ അബേ എന്നാണ് വിളിക്കുക. അവൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു, ഇവിടെ ഹൗസ് ബിൽഡിംഗ് ചെയ്യാണ്. ഇത് തൃശ്ശൂരല്ലേ? ഇത് ജോഫി കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഇപ്പൊ പറയാം കണ്ണൂര് മതിയായിരുന്നു. ഇവിടെ ഹൗസ് ബിൽഡിംഗ് ചെയ്യാറ്. ഇത് അബ്ദുല് വയനാടാണ് വീട്. അപ്പൊ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഹൗസ് ബിൽഡിങ്ങില് എത്ര മണിക്കൂറാണ് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുന്നത്? പ്രാക്ടിക്കൽ അല്ല, ഹൗസ് ബിൽഡിങ്ങിന്റെ കോൺട്രാക്ടിനകത്ത് ഇപ്പൊ തിയറി ആണെങ്കിൽ ഇതാണെങ്കിലും 38 പോയിന്റ് സംതിങ് ആണ്. അപ്രോക്സിമേറ്റ്ലി 40 hours ആണ് നമ്മൾ മാസം പണിയെടുക്കുന്നത്, വീക്ക്ലി പണിയെടുക്കുന്നത്. മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര അവേഴ്സ് ആണ് പ്രാക്ടിക്കൽ വരുന്നത് അറിയോ നിങ്ങൾക്ക്? 2500. അറിയാത്തവരുണ്ടെങ്കിൽ പഠിക്കാം. 1500 2500 പ്രാക്ടിക്കൽ വരുന്നത്, 2100 തിയറി. ഓക്കെ, അപ്പൊ നമ്മൾക്ക് 2500 നമ്മൾ എത്രയാണ് ആർബേഗേവറിന്റെ അടുത്ത് പണിയെടുക്കുന്നത് അറിയോ ആർക്കെങ്കിലും? എത്രയാണ്? 800 മണിക്കൂർ നമ്മൾ പുറത്തുപോയി പണിയെടുക്കും. അപ്പം 2500 മൈനസ് 800. കാരണം ഇപ്പൊ നമ്മുടെ ആർബേഗേവർ ആൾട്ടൻഹൈം ആണെന്നുണ്ടെങ്കിൽ ഹൈമില് 800 മണിക്കൂർ പണിയെടുക്കൂല. പീഡിയാട്രി വേണം. നമ്മുടെ ആർബേഗേവർ ക്ലിനിക് ആണല്ലോ, പീഡിയാട്രി നമ്മുടെ ആർബേഗേവറിന് ഉണ്ട്. ഹോസ്പിറ്റൽ ആയതുകൊണ്ട് പീഡിയാട്രി സ്റ്റേഷൻ അവിടെ ഉണ്ട്.
പിന്നെ അക്യൂട്ട് സ്റ്റേഷൻ എന്താ പറയാ ഈ കാർഡിയോളജി അല്ലെങ്കിൽ നെഫ്രോളജി അങ്ങനത്തെ സ്റ്റേഷൻ നമ്മുടെ ആർബിറ്റ് ഗേബറിനുണ്ട്. ഐ തിങ്ക് നമ്മുടെ ആർബിറ്റ് ഗേബറിന് മറ്റേ സൈക്കാട്രി അത് നമ്മുടെ ആർബിറ്റ് ഗേബറിനുണ്ട്. അത് കഴിഞ്ഞ ചെയ്യാൻ വേണ്ടത് കുറെ ദൂരം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആർബിറ്റ് ക്ലിനിക് ആയതുകൊണ്ട് നമ്മൾ ഈ 3 നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലും ഹോസ്പിറ്റലിന്റെ സമയത്തുള്ള പണി നമ്മുടെ ആർബിറ്റ് ഗേബറിൽ. പക്ഷെ പിന്നെ ആൾട്ടഹൈമിലും ആംബുലൻസിലേക്കാണ് നമ്മൾ ആദ്യം പുറത്തു പോകുന്നുള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മുടെ ആർബിറ്റ് ആംബുലൻസ് ആണെങ്കിൽ ബാക്കി 3 നമ്മൾ സമയം കൂടുതൽ പുറത്തു പോകണം. അതായത് മൊത്തത്തിൽ പറഞ്ഞു വരികയാണെങ്കിൽ 1500 മണിക്കൂർ നമ്മൾ ആരോഗ്യബന്ധ കീഴിലാണ്. 400 മണിക്കൂർ ഓൾഡ് ഏജ് ഹോമിൽ പോകും, 400 മണിക്കൂർ ആംബുലാൻസിൽ പോകും. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയാനുള്ളത് ഈ ക്രാങ്കൻ ഹൗസ് അല്ലെ ക്ലിനിക്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് ഈ പറയുന്ന ആൾട്ടൻഹൈമില് ആരോഗ്യപരമായ കിട്ടിയ കുട്ടികൾക്കും വരുന്ന ഒരു ഭാഗമാണ് സൈക്കാട്രി പീഡിയാട്രി. അത് ക്രാങ്കൻ ഹൗസ് ആയിട്ടല്ല കൂട്ടുക. സൈക്കാട്രി, പീഡിയാട്രി, പിന്നെ നോർമൽ ഡിപ്പാർട്ട്മെന്റ്. ഈ 3ലും നമുക്ക് ചൂസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതനുസരിച്ചാണ് നമ്മൾ ബാക്കി അവർ പ്ലാൻ ചെയ്യുക. ഹോസ്പിറ്റലിൽ പണിയെടുക്കുന്നവർക്ക് ഈ 3ലാണ് ലൈക് ഡീപ്പനിങ് അത് ചെയ്യാനുള്ള ഇതുള്ളത്. അതായത് ഞാൻ പറഞ്ഞു തന്നത് 1500 നമ്മുടെ ക്രാങ്കൻ ഹൗസ്, പിന്നെ അതുപോലെ തന്നെ 200 പീഡിയാട്രി, 300 സൈക്കാട്രി, 400 ഓൾഡ് ഏജ് ഹോം, 400 ആംബുലാൻസ്. ഇങ്ങനെയാണ് നമ്മൾക്ക് വരുന്നത്. റൗണ്ട് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നമ്മളൊരു ആൾട്ടൻഹൈമിലേക്കാണ് നമ്മുടെ ആരോഗ്യപരെങ്കില് ഇത് നേരെ തിരിയും അല്ലെ? നമ്മൾക്ക് ആ 400 എന്ന് പറയുന്ന ഓൾഡ് ഏജ് ഹോം ഇല്ലേ, അതിന്റെ സ്ഥാനത്തായിരിക്കും 400 ക്ലിനിക് ആവും. അപ്പൊ ബാക്കിയുള്ള 1500 നമ്മള് ഓൾഡ് ഏജ് ഹോമിലാണ്. ഇതാണ് മെയിൻ ഡിഫറൻസ് അല്ലെ? 1500-1200 ഇതാണ് മെയിൻ ഡിഫറൻസ്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടത് എന്താണ് എക്സ്പീരിയൻസ് മാത്രമല്ല, ലൈക് ഇതിനകത്ത് മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ വർക്ക് ചെയ്താലും സ്റ്റൈഫിന്റെ ഏറെക്കുറെ സെയിം ആണ്. എവിടെ വർക്ക് ചെയ്താലും ഒരു 1200 എന്തോ ഈ വർഷം തൊട്ട് എന്തോ കൂടിയിട്ടുണ്ട്, 1300 സംതിങ് ആയിട്ടുണ്ട്. അത് ചിലവർക്ക് 1500 ഉണ്ടാവും, പക്ഷെ ബാക്കി കിട്ടുന്നത് അവർക്ക് മനസ്സിലാവില്ല. മറ്റേ വീഡിയോയുടെ മറ്റേ ഇതൊന്നും എന്തായാലും പറയാം, ബ്ലൂപ്പേഴ്സ് അതിലേട്ടോ നമ്മൾ ഒത്തിരി സംസാരിച്ചാൽ പോയി. ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും, നിങ്ങൾ അതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ള പറഞ്ഞുകൊണ്ടിരുന്നു. ഓക്കെ, അപ്പൊ നമ്മള് അവേഴ്സിന്റെ കാര്യം ഡിസ്കസ് ചെയ്തു. അടുത്തൊരു മെയിൻ ടോപ്പിക് ആണ് ക്രാങ്കൻ ഹൗസിൽ പണിയെടുക്കുന്ന, അതായത് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നതാണോ ഭയങ്കര ശരീരത്തിന് പ്രശ്നം, അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോമിൽ പണിയെടുക്കുന്നതാണോ ശരീരത്തിന് പ്രശ്നം? നിനക്ക് എന്താ പറയാനുള്ളത്? ചോദ്യം മനസ്സിലായി? അത് കുറച്ച് ബുദ്ധിമുട്ടാണ് പറയാൻ. ഞാൻ ചെയ്ത ഇതിൽ വെച്ച് നോക്കുമ്പോ എനിക്ക് ഒന്നുകൂടെ എളുപ്പമായിട്ട് തോന്നിയത് ആട്ടഹൈമിലാണ്. എനിക്ക് വേറെ എക്സ്പീരിയൻസ് ആണ്. എന്റെ ആട്ടഹൈമിന്റെ കാര്യം പോയ ആട്ടഹൈമ ഇവിടെയുള്ള എന്റെ ആ പ്രൈസറേറ്റർ പറഞ്ഞായിരുന്നു, താമസം കൂടിയല്ലേ. അല്ല ലൈക് ഇപ്പൊ എന്താ പറയാ, ഫ്യൂച്ചറിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾട്ടഹൈമില് വർക്ക് കുറച്ച് ഇതായിരിക്കും. കാരണം ചിലപ്പോ എല്ലാ ബെഡും നമുക്ക് ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. പിന്നെ ചില പേഷ്യൻസ് നമ്മൾ എടുത്ത് കടത്തേണ്ടി വരും, അതിനുള്ള സിസ്റ്റംസ് ഉണ്ടാവില്ല. ഇവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എനിക്ക് കുറച്ച് ഇത് മറ്റേ നമുക്ക് ലിഫ്റ്റ് ചെയ്യുന്ന സംഭവമില്ലേ, നമുക്ക് തീരെ ബെഡിൽ നിന്ന് അനങ്ങാൻ പറ്റാത്ത പേഷ്യൻസിനെ ഞങ്ങൾ ആ ലിഫ്റ്റ് വെച്ചായിരുന്നു മറ്റേ ഇതിലേക്ക് മാറ്റിക്കൊണ്ടിരുന്നത്. നമുക്കറിയത്തില്ല മറ്റേ എല്ലാ ആൾട്ടഹൈമിലും റയർ ആയിട്ട് കുറച്ച് നല്ല പക്ഷെ അത് നമ്മൾ കണ്ടിന്യൂസ് ചെയ്തോണ്ടിരിക്കാൻ നമുക്ക് പിന്നെ അത് നമ്മുടെ ബോഡി പെയിൻ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടാണ്. ചിലരെ ഒരു പകുതി മുക്കാലും അവരുടെ സപ്പോർട്ടിൽ ബെഡിന്റെ സൈഡിലേക്ക് ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമ്മൾ ആ ഒരു രീതിക്ക് എടുക്കുന്നത്. എപ്പോഴും നമ്മൾ ലിഫ്റ്റർ യൂസ് ചെയ്യാൻ വേണ്ടി പോകത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കുഴപ്പമുണ്ടാകത്തില്ല, കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിന്റേതായ ഫ്യൂച്ചറിലോട്ട് നമ്മള് ഇപ്പൊ നടുവിന് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ലൈക് ഫ്യൂച്ചർ ഇപ്പൊ അറിയില്ല നമുക്ക്, നമ്മ ആ ഒരു ഇത് പെട്ടെന്ന് പോകും. ലൈക് ഇത് അവിടുത്തെ സ്റ്റേഷനിലെ ആൾക്കാർ അഡ്വൈസ് ചെയ്തേക്കുന്ന നമുക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മ ആ ഒരു ഏജ് ആയതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു 40-50 വയസ്സിന് എബവ് വന്നു കഴിയുമ്പോൾ നമുക്ക് കുറെ ബാക്ക് പെയിൻസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങും. ഈ ആൾട്ടർനേറ്റീവ് എന്ന് വെച്ചാൽ സ്ഥിരം ഒരേ പേഷ്യൻസിനെ കാണുന്നത്. അപ്പൊ നമ്മൾ ഈ പഠിച്ച കുറെ കിനസ്തെറ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ നമുക്കൊരു ടാർഗറ്റ് ആയിരിക്കും, ഇപ്പം 8 മണിയാകുമ്പോഴത്തേക്ക് ഫ്രൂസ് ട്യൂബിന് എത്തിക്കണം, 8 മണി 9 മണി.
6 മണിക്കായിരിക്കും ഡ്യൂട്ടി തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് ഈ 9 മണിക്കുള്ളിൽ ഈ സമയം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റേ ഹോസ്പിറ്റലൊക്കെ ചെയ്യുന്ന പോലെ അപ്പൊ അതൊക്കെ എണീക്കും, കാല് താഴെ ഇതൊന്നും നമ്മൾ ചെയ്യത്തില്ലല്ലോ. നമ്മൾ നേരെ കാല് താത്തിയിരുന്നു, പേഷ്യൻസിന് റോഡ് സ്റ്റോളിൽ കിട്ടുന്നു, ടോയ്ലറ്റിൽ കൊണ്ടുവന്ന് വാഷിംഗ് ചെയ്യുന്നു, തിരിച്ചു കൊണ്ടുവന്നിരുന്നു. അത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ സ്ഥിരം ചെയ്യുമ്പോഴത്തേക്കും സ്ഥിരം ചെയ്ത് കഴിയുമ്പോൾ ഓരോ പേഷ്യന്റ് അവർക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയാം. അപ്പൊ ആ കാര്യങ്ങൾ ഇപ്പൊ ഞാനാണെങ്കിൽ തന്നെ മറ്റേ ആർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു അത്യാവശ്യം ടോയ്ലറ്റിലെ കാര്യങ്ങൾ സ്വന്തം ചെയ്ത ഒരാളെ ടോയ്ലറ്റിൽ കൊണ്ടെത്തിക്കിട്ട് ഞാൻ അടുത്ത റൂമിൽ പോയിട്ട് സ്റ്റുഫ് അടിപ്പിച്ചിട്ട് വരണം. ആ സമയത്തേക്ക് അവർ ടോയ്ലറ്റിലെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് റൂമിലേക്ക് എത്തും, റോസ്റ്റോറിൽ ഇരിക്കുന്നവർ തന്നെ അവിടെ എത്തും. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കി വെച്ചാൽ മതി. അപ്പം നമ്മൾ പെട്ടെന്ന് ചെയ്ത് തീർക്കണ അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഞാൻ ബെനിഫിറ്റിന്റെ ബെനിഫിറ്റ് മീൻസ് നമുക്കറിയാം. അത് പറയാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ വ്യത്യാസം പറഞ്ഞുതരാം. നമ്മൾ 400 മണിക്കൂറേ അത് ചെയ്യുന്നുള്ളൂ, പക്ഷെ ഒരു 1500, അതായത് ഒരു വർഷത്തിൽ കൂടുതൽ അവിടെ പണിയെടുത്ത് കഴിയുമ്പോൾ അതൊരു അൺസ്ട്രെങ്ത് ആയിരിക്കും. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവരും അവരുടെ എന്താ പറയുക 80% കാൻഡിഡേറ്റ്സും അവരുടെ ആർബിറ്റ് ഗേബറിന്റെ അടുത്ത പണിയെടുക്കും. 20% ആണ് വേറെ ആർബിറ്റ് ഗേബറിന് അല്ലെങ്കിൽ വേറെ എംപ്ലോയർ അന്വേഷിച്ച് പോവുള്ളൂ. അപ്പൊ ഈ 80% ആൾക്കാർക്കും പിന്നെ ഡെയിലി അല്ലെങ്കിൽ പിന്നീട് ഇത്ര വർഷങ്ങളോളം അവർ അവിടെ തന്നെയാണ് ഇതെടുക്കുന്നത്. അപ്പൊ പിന്നീട് അതിന്റെ ബുദ്ധിമുട്ട് പക്ഷെ നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻസ് ഇല്ല. പിന്നെ നമ്മുടെ മാറ്റാനുള്ള ഓപ്ഷൻസ് കാരണം മിക്ക സ്ഥലങ്ങളിലും കോൺട്രാക്ട് ഇല്ല. പക്ഷെ ജർമ്മനിയുടെ ചില ആളുടെ ടൈംസില് ലൈക്ക് 5 വർഷത്തേക്ക് ഇപ്പൊ 3 വർഷം ഹോസ്പിറ്റലും 2 വർഷം കോൺട്രാക്ട്. ചില സ്ഥലങ്ങളിൽ അത് ഉണ്ട്, അത് റയർ ആണ്. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ അത് ഉണ്ട് കോൺട്രാക്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അവിടെ വർക്കുന്ന പിള്ളേർക്ക് അത് കഴിഞ്ഞ് 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഈ എടുക്കല് അല്ലെങ്കിൽ അങ്ങനത്തെ ഇത് വർക്ക് ചിലപ്പോ നല്ലതായിരിക്കും. ഇപ്പൊ ജോബ് വർക്ക് നല്ലതാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാന്നുണ്ടെങ്കിൽ ആളുടെ ടൈം കുറച്ച് ലൈക്ക് അവിടെ സ്ട്രെസ് ഒന്നുമില്ല, പക്ഷെ ബോഡി നമ്മ ലൈക്ക് അതിന് നമുക്ക് കുറെ ക്ലാസ്സസ് കിട്ടുന്നുണ്ട് കിനസ്തേറ്റിക് അതൊക്കെ. പക്ഷെ അതിൽ പറഞ്ഞ സമയം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നത് ഈ കിനസ്തേറ്റിക് എല്ലാം അപ്ലൈ ചെയ്ത് ആ കറക്റ്റ് പ്രൊസീജിയർ അനുസരിച്ച് നമുക്ക് വരാൻ പറ്റില്ല. 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 മണിയാകുമ്പോൾ എല്ലാം റെഡി ആവണം. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ്, ആ ടൈമാണ് ഇമ്പോർട്ടന്റ്. എനിക്ക് റാങ്കൻ ഹൗസിലെ പണി എളുപ്പമായിട്ട് തോന്നി. അതായത് ഇപ്പം സ്കൂളിൽ എന്തെങ്കിലും കാര്യം പഠിക്കുന്നത് ഏത് നേരം നമുക്കൊരു അൻസ്പൃഷ് പാർട്ണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പം നടക്കാൻ ഒരു നേഴ്സ് ഏത് നേരം സമയത്ത് കാണും. ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ ഇപ്പൊ പ്ലേക്ക് പോകണമെങ്കിലും എന്റെ ഓറിയന്ററിംഗ് സയൻസ് അതായത് അടുത്ത 6 മാസത്തില് ഒരു ദിവസം എനിക്ക് കാണിച്ചു തന്നു ഇങ്ങനെ ജോലി എന്നുള്ള രീതിയിൽ. 2ാമത്തെ ദിവസം തൊട്ട് എനിക്ക് 4 പേഷ്യൻസിനെ വന്നിട്ട് പറഞ്ഞു ഒറ്റയ്ക്ക് പോയി ചെയ്തോളാൻ പറഞ്ഞു. അത് ആൾട്ടർനേറ്റീവിന്റെ നമുക്ക് ഓട്ടോണമി തന്നെ പണിയെടുക്കാനുള്ള രീതിയിലേക്കാണ് അവര്. പക്ഷെ അത് ഓറിയന്ററിംഗ് സയൻസ് ആയിരുന്നു എന്റെ ക്രിസ്ത്യൻ സയൻസ് ആയിരുന്നില്ല. അതായത് 6 മാസം കഴിഞ്ഞിട്ടുള്ള സംഭവം ആയിരുന്നില്ല. അതുകൊണ്ട് എന്താ സംബന്ധിച്ചാൽ എനിക്കിങ്ങനെ കാരണം ആദ്യത്തെ 6 മാസത്തിന് ഈ കിനസ്തേറ്റിക്കിന്റെ ക്ലാസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെ പേഷ്യൻസിനെ പൊക്കേണ്ടത് മനസ്സിലാവില്ല. അതായത് ആദ്യത്തെ 6 മാസം കഴിഞ്ഞിട്ട് വരുന്നതാണ് ഓറിയന്റേഷൻ പോലെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യും. അപ്പൊ അതിന് നമ്മളോട് ഒരാൾക്കാർ കൂടി ഉണ്ടാവും, അവർ കാണിച്ചു തരും, നമ്മളെ പഠിപ്പിച്ചു തരും. ഫ്ലിഷ് ടെൻസസ് നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ആൻസേഴ്സ് ആണ്. അപ്പൊ അതിന് ലൈക്ക് നാം പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാം അങ്ങനത്തെ. പക്ഷെ ഇത് പറഞ്ഞാൽ ഇതിന് ഓറിയന്റേഷന് പകരം മസ്റ്റ് ആയിട്ട് ചെയ്യാനാണ് പറഞ്ഞത് ഇതിന്റെ അടുത്ത്. അതായത് ഓറിയന്ററിംഗ് സയൻസ് പോലെ തന്നെയാണ് പോണേ. പക്ഷെ ഒന്നും പറഞ്ഞില്ല, നമുക്കിപ്പോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ സ്വന്തമായിട്ട് തോന്നുവാണെങ്കിൽ ചെയ്യണം. പക്ഷെ എനിക്ക് കിട്ടിയ പേഷ്യൻസ് കുറച്ചും കൂടി ഡിമെൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഗ്രാഡ് കുറവായിരുന്നു. തുടക്ക സ്റ്റേജ് വരെ ആയിരുന്നു. അതുകൊണ്ട് അവർക്ക് എണീറ്റ് വരുമ്പോൾ കുറച്ച് ബോധമൊക്കെ ഉണ്ടായിരുന്നു മിക്ക ദിവസങ്ങളും. അതുകൊണ്ട് അവര് പറഞ്ഞു തരുമായിരുന്നു എന്താ ചെയ്യേണ്ടത്. പിന്നെ ആദ്യമായിട്ട് ജർമ്മനി വരിക, B20 സർട്ടിഫിക്കറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. ജർമ്മൻ ഞാൻ പഠിച്ച ജർമ്മനൊന്നും അല്ലായിരുന്നു ഇവിടെ വന്നിട്ടുള്ള ജർമ്മൻ. ഇവരെന്തോ പറഞ്ഞു പറയുന്നത് ഞാൻ വേറെ എന്തോ കഥ പറയണം. ഇങ്ങനെയായിരുന്നു കുറെ ദിവസം. അതുകൊണ്ട് എനിക്ക് അടുത്ത 2-3 ആഴ്ച ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ ഞാൻ വന്ന സമയത്ത് ഇച്ചിരി ഇറച്ചിയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ശരീരം ഉണ്ടല്ലോ, വീട്ടിൽ നിന്നല്ലായിരുന്നു. വീട്ടിൽ 4 ദിവസം വെറുതെ ഫുഡേജില്ലായിരുന്നു. അത് മൊത്തം ഞാൻ ഫാറ്റ് ലോസ് ചെയ്തു. അത് ലൈക്ക് എന്താ പറയാ, നമുക്ക് ഹോസ്പിറ്റലിലാണെങ്കിലും എന്താ പറയാ, നമുക്ക് ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ നമ്മുടെ ലൈക്ക് നല്ല സെറ്റപ്പ് ഹോസ്പിറ്റൽസ് കേരളത്തിലോ അല്ലെങ്കിൽ ആണ് കുറവാണ്, വെല്ലൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മ നോക്കുന്ന ഇവിടെ ഫുൾ സിസ്റ്റംസ് ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഇതോടെ സിസ്റ്റംസ് കാര്യങ്ങളുടെ പേരറിയണം, പിന്നെ അതൊക്കെ എവിടെ ഇരിക്കണേന്ന് അറിയണം. ലൈക്ക് നമ്മ അവിടെ ഹോസ്പിറ്റലിൽ എല്ലാവരും കൂടെ അഡ്മിറ്റ് ആകുമ്പോൾ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഇതൊരു ഇന്ന മറ്റേ എന്താ പറയാ ബാൻഡേജ് വേണം, ഇന്ന കോംപ്രസർ വേണം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോ അത് ജവനാണല്ലേ. അപ്പൊ അങ്ങനത്തെ സാധനമൊക്കെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് പിന്നെ എന്താ പറയാ ഒരു പേഷ്യന്റ് എന്താ പറയാ യൂറിൻ ഫ്ലാഷ് ലൈക്ക്
യൂറിന്റെ ആ സമയത്തുള്ള അങ്ങനത്തെ പിന്നെ കുറെ കത്തീഡേഴ്സ് എനിക്ക് തോന്നുന്നു മിക്കതും ഇംഗ്ലീഷ് സിമിലർ ആണ്. പക്ഷെ പേര് ലൈക്ക് പേര് കുറെ വ്യത്യാസം അല്ല ഞാൻ പഠിച്ചൊക്കെ പറയണ്ട. അല്ല അതല്ല ഈവൻ സെയിം ആണെങ്കിൽ തന്നെ നമ്മൾക്ക് എങ്ങനെ അറിയാം, നമ്മൾ നാട്ടിൽ ഇത് പഠിച്ചിട്ടില്ലല്ലോ. സ്റ്റാർട്ടിങ് ബുദ്ധിമുട്ടുണ്ട് രണ്ട് സ്ഥലത്തും. പക്ഷെ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ബുദ്ധിമുട്ട് കുറവാണ് ലൈക്ക് ഹോസ്പിറ്റലില് പനിയുടെ കേസില്. പക്ഷെ ഫസ്റ്റ് നമ്മൾ വന്നു കഴിയുമ്പോൾ അതിൽ പറഞ്ഞ സെയിം പേഷ്യൻസിനെ കാണുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ സെയിം ലൈക്ക് അന്തേവാസികൾ എന്ന് പറയുന്നത്. അതായത് മെയിൻ ആയിട്ട് പറയുന്ന ഓൾഡ് ഏജ് ഹോം എന്ന് വെച്ചാൽ നമ്മള് വീട് നാട്ടില് ഇത് തന്നെ. നമ്മൾ പേഷ്യന്റ് എന്നോട് ഞാൻ ഫസ്റ്റ് ഇവിടെ ആക്ഷേപിച്ചെന്ന സമയത്ത് പറയാം, നമ്മൾ പേഷ്യന്റ് ആയിട്ടല്ലായിരുന്നു നമ്മുടെ പ്രൊമോട്ടേഴ്സ്. നമ്മുടെ പേഷ്യന്റ് അവരെ വിളിക്കാറുമില്ല, പ്രൊമോട്ടേഴ്സ് തന്നെയാണ് പറയുന്നത്. അത് പലത് ലൈക്ക് നമ്മ ഓൾഡ് ഹോമിലെ എല്ലാവരും അന്തേവാസികൾ എന്ന് പറയും. ഓൾഡ് ഹോമിലെ അന്തേവാസികൾ അവിടുത്തെ രോഗികൾ എന്ന് പറയില്ല. അതുപോലെ ഹോസ്പിറ്റലിൽ എല്ലാം രോഗികൾ എന്ന് പറയും. പിന്നെ ആംബുലൻസ് വെച്ചാൽ നമ്മുടെ വീട്ടിലെ നാട്ടിലെ ഹോം നഴ്സിംഗ് പോലെ നമ്മുടെ കസ്റ്റമേഴ്സ്. ഇപ്പൊ നമ്മൾ ആദ്യം സംസാരിച്ചത് ഓൾഡ് ഏജ് ഹോമാണ്. അത് നമ്മൾ ആദ്യം പറഞ്ഞത് ഓൾഡ് ഏജ് ഹോം, അതായത് നാട്ടിലെ വൃദ്ധസദന പരിപാടി തന്നെയാണ് അതൊരിത്. പിന്നെ പറഞ്ഞത് ക്ലിനിക്ക് കഴിഞ്ഞ ഹോസ്പിറ്റല്, അത് നാട്ടിലെ പോലെ അറിയാലോ. അടുത്ത നമ്മളിപ്പോ പറയാൻ പോകുന്ന ആംബുലാൻഡ്, അത് 400 മണിക്കൂറാണ്. അതിപ്പോ നമ്മൾ ഓൾഡ് ഏജ് ഹോമിൽ ആയുർവേദിക് കേബർ ആയിട്ട് കിട്ടിയാലും ഹോസ്പിറ്റലിൽ ആയുർവേദിക് കേബർ കിട്ടിയാലും 400 മണിക്കൂർ ഈ പറയുന്ന രണ്ടാൾക്കാരും ചെയ്യേണ്ട ഒരു അയൻസാറ്റ്സ് ആണിത്. ആംബുലാൻഡ് ഫ്ലേഗഡീൻസ് എന്ന് പറയും. അതെന്താണ് ആംബുലാൻഡ് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. സെയിം ആയിട്ട് പറഞ്ഞ നാട്ടിലെ ഹോം നഴ്സിംഗ്. പക്ഷെ നാട്ടിലെ ഹോം നഴ്സിംഗ് ഒന്നും പറയാൻ പറ്റില്ല. വീട്ടിൽ പാലിയേറ്റീവ് കെയർ എന്ന് പറയാം. പക്ഷെ ചില ആംബുലൻസിലേക്ക് നമുക്ക് ലൈക്ക് അവിടുത്തെ വീട്ടുകാരൊന്നും ചെയ്തു കൊടുക്കണം. ആംബുലൻസ് വെച്ചാൽ പറഞ്ഞു പാലിയേറ്റീവ് കെയർ അല്ലെങ്കിൽ ഹോം നഴ്സിംഗ്. എന്റെ മമ്മിക്ക് രണ്ടൊക്കെ അറിയാം. ആംബുലൻസ് ഞാൻ നാട്ടിൽ വിചാരിച്ചത് ആംബുലൻസിൽ പോവുക, ഇതാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. ഫയർഫോഴ്സ് മറ്റേ നീ ആംബുലൻസിൽ പോയിട്ട് എന്റെ ഒരു കൂട്ടുകാരൻ മറ്റേ ഡെഡ് ബോഡി ചുമ്മാ പിള്ളേർക്ക് തല്ലി പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഒരു കൂട്ടുകാരൻ ആംബുലൻസ് ഫ്ലൈയാണ് വർക്ക് ചെയ്യുന്നത്. അവൻ മറ്റേ റോട്ടിന്റെ ഡെഡ് ബോഡി ഇങ്ങനെ വാരിയിട്ട് തരുന്നത്. അതുണ്ട്. പക്ഷെ അത് റെഡ് എന്റെ ആംബുലൻസ് വർക്ക് ചെയ്യുന്നവർക്ക് റെഡ്ന്യൂസ്റ്റീൻസ് ഉണ്ട്, പിന്നെ നോട്ട് റൂഫ് ഉണ്ട്, പിന്നെ ഫ്ലേഗഡീൻസ്റ്റ്. ആംബുലന്റ് ഫ്ലേഗഡീൻസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ചിലപ്പോ ആംബുലന്റ് ഹൈം ഉണ്ടാവും, അതൊരു വീടായിരിക്കും. അപ്പൊ ആംബുലന്റ് പേര് മാത്രമേ ഉള്ളൂ. നമ്മ പല ടൈപ്പ് ആംബുലന്റ് ഉണ്ട്. അത് നമ്മുടെ ആർബൻ ഗേബറിന് ഏത് ടൈപ്പ് ആൾക്കാരായിട്ടാണോ ഏത് ടൈപ്പ് ആംബുലൻസിന്റെ ഏജൻസി ആയിട്ടാണോ കോർപ്പറേഷൻ അതുപോലെ ഇരിക്കും. ഇപ്പൊ ചില കോമൺ ആംബുലൻസുകൾ എന്ന് പറഞ്ഞാൽ റെഡ് ക്രോസിന്റെ ആംബുലന്റ്, പിന്നെ യോഹാനിറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ആംബുലന്റ് ഉണ്ട്, പിന്നെ ഫേമസ് RSB എന്ന് പറഞ്ഞിട്ട് അതൊരു ആംബുലന്റ് ആണ്. അപ്പൊ ഇതിങ്ങനെയാണ് ജനറലിന്റെ ഫേമസ്. പക്ഷെ ഇതുപോലെ അല്ലാത്ത ലൈക്ക് കൊറേ ഉണ്ട്. ഇപ്പൊ കീലി തന്നെയാണ് ഒരു 10-50 ആംബുലൻസ്. ഇതൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഓരോ വീടുകളിൽ പോവുക, ആ വീട്ടില് അവിടെ അതായത് ഓൾഡ് ഏജ് ഹോമിൽ നിൽക്കാൻ താല്പര്യമില്ല, സ്വന്തം വീട്ടിലുണ്ടാവും. അവരുടെ രാവിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ അത് ജസ്റ്റ് കാറിൽ പോകുന്ന കാര്യമാണ്. എല്ലാവരും ഈ ആംബുലൻസിലല്ല പോകുന്നത്, സൈക്കിളിൽ പോയി ചെയ്യാം. അല്ലെങ്കിൽ അതിന്റെ ആംബുലൻസിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ അവരുടെ കസ്റ്റമേഴ്സിനെ വീട്ടിൽ തന്നെ എല്ലാം ചെയ്ത് ഇവിടുത്തെ എല്ലാവരും ഇപ്പൊ പറഞ്ഞ പോലെ ജർമ്മൻസ് ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീട്ടുകാരുണ്ടാവും കൂടെ ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മുടെ എന്താ പറയാ ആർക്കും വയ്യ എന്നുണ്ടെങ്കിൽ നമ്മളായിരിക്കും അവിടെ വീട്ടിൽ നാട്ടിൽ കെയർ ചെയ്യാം. പക്ഷെ ജർമ്മനിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ചില പേഷ്യൻസിന്റെ ഒക്കെ മക്കള് അമേരിക്കയില് അല്ലെങ്കിൽ ഫ്രാങ്ക്ഫൂട്ടില് അങ്ങനെയൊക്കെയാണ് ചില കസ്റ്റമേഴ്സിന്റെ ഇത്. അപ്പൊ നമ്മൾ ചെന്നിട്ട് ഇതൊരു ഒറ്റയ്ക്ക് വലിയ വീടൊക്കെ ആയിരിക്കും, പക്ഷെ ഒരു ഒറ്റയ്ക്കാണ്. അപ്പൊ ചിലവർക്ക് ജസ്റ്റ് എല്ലാ ദിവസവും നമ്മൾ വിസിറ്റ് ചെയ്യണം. അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതിന് സിഷർ ഹെഡ് ബസ് എന്ന് പറയും. അത് ജസ്റ്റ് വിസിറ്റ് ചെയ്താൽ മതി. ചുമ്മാ പോയി ചെന്ന് ഹായ് ബായ് അത്രേ ഉള്ളൂ. ചിലവർക്ക് നമ്മൾ ചെന്നിട്ട് മരുന്നെടുത്ത് കൊടുക്കാം, അത്രേ ഉണ്ടാവുള്ളൂ. ചിലവർക്ക് നമ്മൾ ചെന്നിട്ട് കുളിപ്പിക്കേണ്ടി വരും. അപ്പൊ ആരുടെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരെ എല്ലാവരും ഒരു പരിധി വയസ്സായി കഴിഞ്ഞാൽ നേരെ ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിൽ പോവാ, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ക്ലിനിക്കിൽ പോവാ.
ഇതാണ് ഇവിടെ മെയിൻ നടക്കുന്നത്. ആംബുലൻസിന്റെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ മരിക്കാൻ അനുവദിക്കുക. അതാണ് ജർമ്മനിയുടെ എല്ലാവരുടെയും മെയിൻ ഇത്. മീൻസ് വയസ്സായ ആൾക്കാരുടെ മെയിൻ ആഗ്രഹം എന്ന് പറയുന്നത് വീട്ടിൽ കിടന്ന് മരിക്കുക. അവരിപ്പോ 10 വർഷം താമസിക്കുന്ന വീടായിരിക്കും, അല്ലെങ്കിൽ 30 വർഷമായിരിക്കും, അവര് പണിത വീടായിരിക്കും. ആ വീട്ടില് മരിക്കാൻ അനുവദിക്കുക. അപ്പൊ അതിനുവേണ്ടി അവരുടെ ആ മരണം വരെ അല്ലെങ്കിൽ ആ ഒരു ഇത് എൻഡിങ് വരെ അവരെ വീടുകളിൽ പോയി ചെയ്യാം. അതാണ് ആംബുലൻസിന്റെ മീൻസ് ടാർഗറ്റ് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അകത്ത് പല ടൈപ്പ് കസ്റ്റമേഴ്സ് ഉണ്ടാവും. ഇപ്പൊ ജോഫിന്റെ എനിക്ക് തോന്നുന്നത് മറ്റേ പോയി മരുന്നെടുത്ത് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളാണ്. വാഷ് ചെയ്യുക അല്ലെങ്കിൽ മറ്റേ സോക്സ് ഇടിക്കുക അങ്ങനത്തെ. പക്ഷെ എന്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെന്റിലാണ്. പിന്നെ വീട്ടുകാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ്. അവര് ആ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ വീട്ടിൽ പോയിട്ട് രാവിലെ എല്ലാം തുടച്ചു വൃത്തിയാക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഷോപ്പിംഗ് നടത്തും, സാറിന് മേടിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അവർക്ക് എല്ലാവർക്കും ഒരു ആംബാൻഡ് കൊടുത്തിട്ടുണ്ട്. ആ ആംബാൻഡ് ഇപ്പൊ ഞെക്കി കഴിഞ്ഞാൽ ആ അലാം അടിച്ചിട്ട് വരാം. അതാണ് ശരിക്കും നമ്മുടെ നാട്ടിലത്തെ ആംബുലൻസ് എന്ന് പറയുന്നത്. അടിച്ച് ഇത്ര മിനിറ്റിനുള്ളില് അവരോട് എത്തിയിരിക്കും. അപ്പൊ ഇങ്ങനെ 3-4 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇതില്. മെയിൻ ആയിട്ട് എല്ലാവർക്കും കിട്ടുന്നത്. പിന്നെ ഈ ഓൾഡ് ഏജ് ഹോം പോലെ തന്നെ രാവിലെ അല്ലെങ്കിൽ ഇത്ര ദിവസത്തേക്ക് വന്നിട്ട് അവരുടെ മുറിവുണങ്ങുന്ന വരെ താമസിക്കുക. ഔട്ട് പേഷ്യന്റ് കെയർ യൂണിറ്റ് എന്ന് പറയും. ആ ഒരു സ്കീമും ഉണ്ട്. അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ആംബുലൻസിലേക്ക്. അത് നമുക്ക് ഹോസ്പിറ്റലിൽ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന 2 ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ വീട്ടിൽ പോയി ഇങ്ങനെ വാഷം ചെയ്യാം, അടിച്ചു വരാൻ നമുക്ക് കിട്ടില്ല കേട്ടോ. അത് മിക്കവാറും ഫെർവാൾട്ടും അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കിട്ടുന്നത്. നമുക്ക് അടിച്ചു വരാനൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഗ്രൗണ്ട് ഫ്ലേജ് ഓഫ് പറഞ്ഞാൽ ബേസിക് ആയിട്ട് മരുന്ന് കൊടുക്കുക, തുടയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നമുക്ക് കിട്ടുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഔട്ട് പേഷ്യന്റ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. 1-2 ആഴ്ച പേഷ്യൻസ് വരുന്നു, അവർ സുഖപ്പെടുന്നു, വീട്ടിൽ പോകുന്നു. ഹോസ്പീസ് വേറെ കാര്യം. ഹോസ്പീസ് എന്ന് വെച്ചാൽ അത് അതുപോലെ വീടാണ്, ബിൽഡിംഗ് ആണ്. പക്ഷെ നമ്മുടെ കീഴിലൊരു 2 ഉണ്ട്. അത് ഒരെണ്ണം ഞാൻ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അത് ഈ അവരെ മരിക്കാറായ ആൾക്കാര് ലൈക്ക് ഇപ്പൊ ചില ഡോക്ടേഴ്സ് പറയുക 2 ആഴ്ചക്ക് മരിക്കും. അങ്ങനെയുള്ള അവർക്ക് കിട്ടുന്നത് ഏറ്റവും ടോപ്പ് കെയർ. ജർമ്മനിയിലെ ടോപ്പ് ലെവൽ കെയർ ആണ് അവർക്ക് കിട്ടുന്നത്. പക്ഷെ ഏറ്റവും എൻഡിങ് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഹോസ്പീസ് എന്ന് പറയുന്നത്. അവിടെ അത് വേറെ സെക്ഷനാണ്, ആംബുലൻസ് അല്ല. അത് നമുക്ക് വർക്കിന് ഇല്ല. അത് നമ്മുടെ ഇത് ഹോസ്പിറ്റലുകളുള്ളതല്ല. എനിക്ക് ചില സ്ഥലത്ത് ഉണ്ടാവും. പക്ഷെ നമ്മുടെ കേസിൽ നമുക്കില്ലത്. ഹോസ്പിറ്റൽ അത് ഭയങ്കര ട്രാജഡി ആവാം. ഒരു പേഷ്യന്റ് 1 ആഴ്ച മരിക്കുന്നു, അല്ലെങ്കിൽ ആ പേഷ്യന്റ് ലാസ്റ്റ് ടൈമില് ഏറ്റവും എൻഡിങ്ങില് മിക്കവാറും ക്യാൻസേഴ്സ് ആയി അങ്ങനെ. പിന്നെ ഈ ആംബുലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വയസ്സായ ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഒരു 30-40 വയസ്സായ ആൾക്കാർ വരെ, മീൻസ് ഡിസേബിലിറ്റി ഉള്ള എല്ലാവരും ഉണ്ട്. ടോപ്പിക് എന്തായിരുന്നു? അപ്പൊ നമ്മുടെ 400 മണിക്കൂർ ആംബുലൻസ് ഇപ്പൊ പറഞ്ഞു. അതുപോലെ തന്നെ വരുന്നതാണ് സൈക്കാട്രി. അതിലും ഉണ്ട്. അതിലൊരു എനിക്ക് തോന്നുന്നു 250-300 മണിക്കൂർ. അത് ചെറിയ ടൈമാണ്, 400 ഇല്ല എങ്കിലും പീഡിയാട്രി ഒക്കെ പോലെ തന്നെ ചെറിയ നമുക്ക് അതെന്താണെന്ന് അറിയാനായിട്ട് ചെറിയൊരു ടൈമുള്ളൂ. മാനസിക പ്രശ്നമുള്ള ആൾക്കാര് അവര് പക്ഷെ എനിക്ക് തോന്നുന്നു ഇതും ഉണ്ടെന്നോ. അതായത് ജസ്റ്റ് വന്ന് കാണിച്ചു പോകുന്നവരും അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അഡ്മിറ്റ് ആയവരും ഉണ്ടാവും. FST ചെയ്യണവര് ലൈക് ജർമ്മനിലെ FST അല്ലെങ്കിൽ പ്രാക്ടിക്കംസ് ചെയ്യണവര് ഇങ്ങനത്തെ ഫിസിയാട്രിയിൽ പെട്ടുപോകുന്നവരുണ്ട്. ലൈക് FSTക്ക് വരും, പക്ഷെ അവര് ഫിസിയാട്രി ഡിപ്പാർട്ട്മെന്റിലായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ വെച്ചാൽ അവര് 6 മാസം കഴിഞ്ഞ് 1 കൊല്ലം അവിടെ വർക്ക് ചെയ്യണം. ഇപ്പൊ ഈ ഫിസിയാട്രി എന്ന് വെച്ചാൽ അബ്നോർമലായ ആൾക്കാരാണല്ലോ. ചിലപ്പോ അടി കിട്ടും, ചിലപ്പോ ഇടി കിട്ടും, അങ്ങനത്തെ കുറച്ച് ചിലപ്പോ ഷൗട്ട് ചെയ്ത് നമ്മള്. പക്ഷെ നമുക്കത് കുറവാണ്. ഹോസ്പിറ്റലിലും പഠിക്കുന്ന സമയത്ത് നമുക്കത് എന്താ പറയാ ഈ പീഡിയാട്രി ഒക്കെ ജസ്റ്റ് പരിചയപ്പെടാൻ വേണ്ടി 200 മണിക്കൂർ നമ്മുടെ ഹോസ്പിറ്റലിൽ 2-3 പേര് ഫെർട്ടിഫിന് പീഡിയാട്രി സൈക്കാട്രില്ല. അപ്പോ അതിലെ ഇപ്പൊ ഈ പറഞ്ഞു വന്നത് നമ്മൾക്കിപ്പോ നമ്മുടെ ആർബൈറ്റ്ഗേബർ ഒരു ആൾട്ടൻഹൈം ആണെങ്കിൽ മിക്ക ഒരു 90% ഫെർട്ടിഫും ആൾട്ടൻഹൈം ആയിരിക്കും. ആ സ്ഥാനത്ത് നമ്മൾ ക്ലിനിക്കിലേക്കാണ് വരുന്നത്, ഒരു ഹോസ്പിറ്റലിലേക്കാണ് വരുന്നതെങ്കിൽ നമ്മുടെ ഫെർട്ടിഫും എന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ഇയർ 3rd ഇയറിൽ മിക്ക അതായത് അവേഴ്സും വരുന്ന പ്രാക്ടിക്കൽ സെക്ഷൻ ഈ ഫെർട്ടിഫുമിലാണ്. ഈ 3rd ഇയറിലെ ലാസ്റ്റ് സെക്ഷൻ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ക്രാങ്കൻ ഹൗസിലാണെങ്കിൽ നമുക്ക് കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സ് എക്സ്ട്രാ ഉണ്ടാവും. ഒരു ക്രാങ്കൻ ഹൗസ് ഒരു ഹോസ്പിറ്റലിൽ നിന്നല്ല, നമുക്ക് വേണമെങ്കിൽ പിള്ളേരുടെ വാർഡിലേക്ക് മാറാം, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന സൈക്കാട്രിയിലേക്ക് നമുക്ക് മാറാം. നമ്മൾക്കിപ്പോ ഇവിടെ ഫെർട്ടിഫും വരുന്ന സൈക്കാട്രി, പീഡിയാട്രി വരുന്നുണ്ട്, അക്കൂട്ടും വരുന്നുണ്ട്. പക്ഷെ ഓരോ ക്രാങ്കൻ ഹൗസിലും വ്യത്യാസമായിട്ട് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഈ അപ്പൊ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഫെർട്ടിഫും അതായത് ഈ ഡീപ്പായിട്ട് പഠിക്കുന്ന ഒരു ഏരിയയിലായിരിക്കും നമുക്ക് കൂടുതൽ പ്രാക്ടിക്കൽ നോളജ് കിട്ടാൻ പോകുന്നത്. അപ്പം ഒന്ന് ചിന്തിച്ചു നോക്കുക, ഓൾഡ് ഏജ് ഹോമിൽ ഫെർട്ടിഫും ചെയ്യുമ്പോൾ
നമ്മൾ മെയിനായിട്ട് ഒന്നും പഠിക്കുന്നില്ല കാര്യമായിട്ട്. നമ്മൾ അവിടത്തെ ആ ഒരു നാട്ടിലൊരു വൃദ്ധസദനത്തിലെ ആ ആൾക്കാരെ നമ്മൾ കെയർ ചെയ്യുമ്പോൾ സാധാരണ ആൾക്കാർ എന്തൊക്കെയാ ചെയ്യണേ അതേ കാര്യങ്ങൾ ഇവിടെ ഓൾഡ് ഏജ് ഹോമിൽ ചെയ്യുന്നുള്ളൂ. അതാണ് മെയിൻ ഡിഫറൻസ്. പക്ഷെ ഇതിനകത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഓൾഡ് ഏജ് ഹോമിൽ ഫെർട്ടിഫൈ ചെയ്തവർക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം ഓൾഡ് ഏജ് ഹോമിൽ അവർക്ക് സമാധാനം ഉണ്ട് അവിടെ. ചെറിയൊരു പേഷ്യന്റ്, അതായത് ഒരു ഞാൻ ആദ്യം ഓറിന്റെ അനുസരിച്ച് ചെയ്ത അവിടെ വെച്ചാൽ ഒരു മാക്സിമം 2 ദിവസം, ഇപ്പൊ ഓപ്പറേഷൻ പാടായിരുന്നു. ആ ഒരു ഓപ്പറേഷൻ വന്നു, അന്ന് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഫർബാൻഡ് എടുക്കുക. ഫർബാൻഡ് എടുത്ത് നോക്കി ഓക്കെ ആണെങ്കിൽ അവരെ എല്ലാസും ചെയ്ത് വീട്ടിലേക്ക് വിടും. ഇൻ കേസ് അല്ലെങ്കിൽ തന്നെ അവരെ പിന്നെ ഒരു 2 ദിവസം കിടക്കുക. അങ്ങനെ 4 ദിവസം അല്ലെങ്കിൽ 6 ദിവസം. 6 ദിവസമാണ് മാക്സിമം ഒരു ആവറേജ് ലെവലിൽ 6 ദിവസം ഒരു പേഷ്യന്റ് അവിടെ ഉണ്ടാവും. ഇൻ കേസ് അതിന്റെ ഇടയ്ക്ക് വീക്കെൻഡ് വന്നാൽ മാത്രമേ ഒരു 2 ദിവസം കൂടി 8 ദിവസം ഉണ്ടാകുള്ളൂ. അത് കഴിയുമ്പോൾ പുതിയ പേഷ്യന്റ് വരും. ഓരോ പേഷ്യന്റിനും ഓരോ സ്വഭാവമായിരിക്കും. നമ്മള് ഇപ്പം വിറ്റാക്സേഷൻ എടുക്കാൻ ചെല്ലുമ്പോൾ അവർ ഓരോ സ്വഭാവം പറയും, അത് കാണിക്കുക ഇങ്ങനെ കാണിക്കുക. അത് ചില സമയം നമുക്ക് ഇഷ്ടപ്പെടില്ല. ഓരോരുത്തരും ഓരോ സ്വഭാവമായിരിക്കും. ഇപ്പൊ ഇവിടെ ആൾട്ടഹൈം എന്ന് വെച്ചാല് നമുക്കറിയാം ഇവരിങ്ങനെ നമ്മളെ 3 കൊല്ലം ഇവരെ തന്നെ ഇവർക്കറിയാം ഇവരുടെ അടുത്ത് എങ്ങനെ പെരുമാറണം, അങ്ങനത്തെ കാര്യം നമുക്കറിയാം. നമ്മൾ ഒന്നാമത് നമ്മൾ പഠിക്കുകയും കൂടെയാണ്. ഫസ്റ്റ് ഇയർ നമ്മൾ ഒരു ലാംഗ്വേജ് അങ്ങനെ ജർമ്മൻസ് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കത്തില്ല. ആ ഒരു ലെവലിൽ വരുന്ന സമയത്ത് എനിക്ക് ആദ്യത്തെ അതിന്റെ ഓറിയന്റൽ എക്സസൈസ് കഴിഞ്ഞിട്ട് ഞാൻ 2 ചെയ്തത് ഇവിടെ തന്നെയാണ്. ഇനിയിപ്പോ തിരിച്ച് ക്രൈം ഹൗസിൽ ചെന്നിട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിട്ട് തോന്നുമായിരിക്കും. പക്ഷെ ആദ്യം വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചെയ്ത ആൾട്ടഹൈം നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെയാണ് ഒന്നുകൂടെ ഇഷ്ടപ്പെട്ടത്. ആൾട്ടഹൈമാണ് ഒന്നുകൂടെ ഇഷ്ടപ്പെട്ടത്. ഇപ്പൊ ആംബുലൻസ് ചെയ്തപ്പോൾ ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഇവിടെ പണിയില്ല. അല്ല, അത് എന്താ പറയാ, ഹോസ്പിറ്റലിലാകുമ്പോൾ നമുക്ക് ഇപ്പൊ നമ്മുടെ കൊളീഗ്സ് ആയിട്ടോ അങ്ങനെ സംസാരിക്കുന്നതിനൊക്കെ സമയം കുറവാണ്. ആംബുലൻസ് ലൈക്ക് ഓൾഡ് ഏജ് ഹോം ആയാലും ആംബുലൻസ് ആയാലും നമുക്ക് ജർമ്മൻസ് ആയിട്ട് സംസാരിക്കാനും ഇതിന് കുറെ സമയം നമ്മളെ ഇത് ബെറ്റർ ആക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ എന്റെ ഇതില് നമ്മ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് ആംബുലൻസിലോ അല്ലെങ്കിൽ ആൾട്ടഹൈമിലോ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു സ്ട്രെസ്സും ഇല്ല. ചുമ്മാ ചില എല്ലാം അറിയണം, ഇതാണല്ലോ പണിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. വ്യത്യാസങ്ങൾ റയറായിട്ടാണ് ആ ചേഞ്ച് വരുള്ളൂ. ഹോസ്പിറ്റലിൽ മിനിറ്റ് ചെയ്യുന്നത് രാവിലെ വന്ന പേഷ്യന്റ് വൈകുന്നേരം പോകും, അല്ലെങ്കിൽ 2 ദിവസം ആ പേഷ്യന്റ് ഉണ്ടാവും, 3-4 ദിവസം വേറെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇനി നാളെ എന്തായിരിക്കും വരാൻ, നാളെ എങ്ങനത്തെ പേഷ്യന്റ് ആയിരിക്കും, ആ ഒരു ഇപ്പൊ എല്ലാ സ്ഥലവും പുതിയ ഒരു ഇതായിരിക്കും ഹോസ്പിറ്റലില്. പക്ഷെ ഇതൊക്കെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന എല്ലായിടത്തും പേയ്മെന്റ് എല്ലാം ഈ മറ്റേ ക്രാങ്കൻകാസാണ് മെയിൻ ആയിട്ട് ചെയ്യണത്. ഇപ്പൊ ഹോസ്പിറ്റലിലോട്ട് അല്ലെങ്കിൽ ആരായാലും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പേയ്മെന്റ് ഇപ്പൊ എവിടെ വർക്ക് ചെയ്യുന്നത്, ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്യുന്നവർക്ക് എഡ്യൂക്കേഷൻ വേണ്ട, പക്ഷെ പേയ്മെന്റ് കുറവാണ്. പക്ഷെ ഇതിവിടെ പേയ്മെന്റ് എല്ലാം ഏറെക്കുറെ സിമിലറാണ്. ഇത്രയും നേരം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന സമയത്ത് പ്രാക്ടിക്കൽ സെക്ഷൻ എവിടെയൊക്കെയാണ്, എത്ര അവേഴ്സ് ആണ് പണി വരുന്നതെന്നാണ്. ഇനി ഏകദേശം എല്ലാവരും 1 വർഷം 1.5-2 കൊല്ലം ആയി ഇവിടെ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് അറിയാം. അവർക്ക് ഓരോരുത്തർക്കും പറയാണ്ടാവല്ലോ ആൾട്ടഹൈം ആയിരുന്നോ നല്ലത്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയത് നന്നായി എന്നൊക്കെ തോന്നുന്നുണ്ടാവല്ലോ എടുത്തു പറയാനായിട്ട്. നമുക്ക് ഓരോരുത്തരുടെ അഭിപ്രായത്തിലേക്ക് കിടക്കാം. അതുൽ പറയൂ. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, അതുലിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുമ്പോ അതല്ല വേറൊരു കാര്യം എടുത്തു പറയാനില്ല. എന്താ പറയാ, അത് ഞാനല്ലേ പറഞ്ഞ് മനസ്സിലാക്കവരെ. എന്റെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഹോസ്പിറ്റല് ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം വെച്ചാൽ ആൾട്ടനൈമിൽ ഞാൻ പഠിച്ചോണ്ട് എന്റെ ആർബൈറ്റ് ഗേബർ ആൾട്ടനൈം ആയിരുന്നു. അപ്പം ഇപ്പം സാധാരണ പോലെ തന്നെയാണ് ഷൂല് വർക്കും സമയം വരുന്നത്. പക്ഷെ കൂടുതൽ സമയം ഞാൻ ആൾട്ടനൈമിലായിരുന്നു. ഓറിയന്റൽ സയൻസ് ആൾട്ടനൈമില്, ഫ്ലിസ്റ്റൈൻ സയൻസ് ഫസ്റ്റത്തെ ആൾട്ടനൈം, അത് തന്നെ ആംബുലൻസ് ഫ്ലീഗ്, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ആൾട്ടനൈം. പിന്നെ ബാക്കി വരുന്ന സെക്ഷൻ മറ്റേ ഫിസിയാട്രി എന്ന് പറഞ്ഞ സെക്ഷൻ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അവിടെ എനിക്ക് പീഡിയാട്രിക്ക് വേണ്ടിട്ട് മാത്രം 120 മണിക്കൂർ. ബാക്കി എല്ലാം എനിക്ക് അതന്നെ കിൻഡർ സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാലും ഹോസ്പിറ്റൽ ബേസ്ഡ് മാത്രമല്ല, അല്ലാണ്ട് മറ്റേ ഈ കിൻഡർ ഗാർട്ടൻ ഇല്ലേ, അങ്ങനത്തെ സംഭവത്തിലോട്ടേക്കും എന്റെ കുറച്ച് ക്ലാസ്മേറ്റ്സ് അങ്ങനത്തെ പോയിട്ടുണ്ടായിരുന്നു. അതായത് ആംബുലൻസ് ഫ്ലീഗ് വർക്ക് ചെയ്യുന്നവർക്ക് അങ്ങനത്തെ സ്റ്റേഷനിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആംബുലൻസ് കിൻഡർ ഗാർട്ടൻ വെച്ചാൽ അവരോട്ട് ഇരിക്കുക, അവർക്ക് എന്തെങ്കിലും എവിടെയൊക്കെ വീണ് മുറിവ് പറ്റുവാണെങ്കിൽ അവർ നോക്കിയിരിക്കുക. അവിടെയും കാണും ചിലപ്പോൾ. ഇവിടെ നമ്മുടെ നാട്ടിലിപ്പോ ഒരു പ്രോഗ്രാം നടത്തുന്നത് എന്താ പറയാ, മറ്റേ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയില്ലേ, ഇപ്പൊ എന്താ പറയാ വല്ലോ സമ്മേളനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നടത്തുമ്പോ ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞൊരു ടീം ഉണ്ടാവും. പക്ഷെ നമ്മൾ ജർമ്മനിയിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പാർട്ടി നടത്തുമ്പോൾ പോലും നമ്മുടെ അവിടെ നമ്മുടെ അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് ഒരു പബ്ബാണ്,
അവിടെ ഇന്നലെ മിന്നൊക്കെ പാർട്ടി ഉള്ള ദിവസങ്ങളാണ്, വ്യാഴം വെള്ളിയൊക്കെ. അപ്പൊ അവിടെ ഒരു റെഡ് ക്രോസിന്റെ അല്ലെങ്കിൽ ആരുടെങ്കിലും ഒരു എന്താ പറയാ എമർജൻസി ടീം ഉണ്ട്. അതൊരു വലിയൊരു ആംബുലൻസ്, അങ്ങനെ ഒരു പാർട്ടിക്ക്, ഈവൻ ഒരു പാർട്ടിക്ക് വരും. ഇതുകൊണ്ട് അതൊരു ലൈക്ക് ഒരു കിൻഡർ ഗാർട്ടൻ അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു നഴ്സറി, അവിടെ ഈ സ്കീം എന്തായാലും ഉണ്ടാവും. അങ്ങനെ അവിടുത്തെ മെയിൻ ഡ്യൂട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യക്കാരനല്ല മൊറോക്കനെ കണ്ടായിരുന്നു തോന്നുന്നു. അവൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ ചെല്ലുന്നു, നഴ്സുമാരൊപ്പം അവിടെ ഇരിക്കുന്നു. പിന്നെ ഇപ്പം അസുഖങ്ങളായിട്ട് വരുന്ന കൊച്ചുങ്ങളും കണ്ടല്ലോ, ഇപ്പൊ മറ്റേ ഈ കിൻഡർ ഗാർട്ടൻ ഉണ്ടെങ്കിൽ പനി ചെറുതായിട്ടുള്ള അസുഖങ്ങളൊക്കെ അവർക്ക് എന്തെങ്കിലും മരുന്ന് എടുത്ത് കൊടുക്കാനുണ്ടെങ്കിൽ മരുന്ന്, പിന്നെ അവരുടെ ഫുഡ് കാര്യങ്ങൾ അവർ കഴിക്കുന്നുണ്ടോ എന്നൊക്കെ, വൈകിട്ട് അവരൊപ്പം കളിക്കാൻ പോകും അങ്ങനെ. പക്ഷെ ഈ കളിക്കാൻ പോകുന്നൊന്നും നമ്മുടെ മറ്റേ ഇതിനകത്തുള്ളതല്ല, നമ്മുടെ ഡ്യൂട്ടിയിലൊപ്പം അവരോട് ചെയ്യുന്നു മാത്രം. ഇപ്പൊ ചില ടീച്ചർമാർ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളൊപ്പം കളിക്കാൻ വരുമല്ലോ, ആ ഒരു സെറ്റപ്പില്. അത് പക്ഷെ ഇപ്പൊ എന്താ പറയുക, ഹോസ്പിറ്റലായാൽ പോലും ഇപ്പൊ കിൻഡർ സ്റ്റേഷനിൽ ഞാൻ വർക്ക് ചെയ്തപ്പോ ഇപ്പൊ ഒരു ഷിഫ്റ്റ് കഴിഞ്ഞു. ഇപ്പൊ ലൈക്ക് എന്താ പറയാ, 1 മണി തൊട്ട് 8 മണി വരെ ഷിഫ്റ്റ് ആണ്, അത് 9 മണി വരെ ഷിഫ്റ്റ് ആണ്. അത് 6 മണിയായപ്പോഴേക്കും അവരുടെ മെഡിസിൻസ് എല്ലാം കൊടുത്തു, എല്ലാം കഴിഞ്ഞു. പിന്നെ നമുക്ക് 7 മണി തൊട്ട് വെറുതെ ഇരിക്കലാണ് ശരിക്കും അവിടുത്തെ സ്റ്റേഷനിൽ. അപ്പൊ എന്താ പറയാ, ഈ പിള്ളേരുടെ കാർഡ്സ് കളിക്കുക, ലൈക്ക് ആ പിള്ളേരെ എൻഗേജ് ചെയ്യിക്കുക. അവർക്ക് എന്താ പറയാ, ഇപ്പൊ അതൊരു കൊച്ചുണ്ടായിരുന്നു, അതിന് ക്യാൻസർ ആണ്. അപ്പൊ 1 കൊല്ലമായിട്ട് ഹോസ്പിറ്റലിലാണ് ആള് ലൈക്ക് താമസവും കാര്യങ്ങളൊക്കെ. ഇടയ്ക്ക് വല്ലപ്പോഴും വീട്ടിൽ പോകും, എങ്കിലും ഒരാഴ്ച കഴിയുമ്പോൾ തിരിച്ച് കാരണം ഡയാലിസിസ് അല്ലെങ്കിൽ കീമോതെറാപ്പി ഇതൊക്കെ ഉള്ള കാരണം ഹോസ്പിറ്റലാണ്. അപ്പൊ അവർക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ചുമ്മാ ടൈം സ്പെൻഡ് ചെയ്യാം. ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ പേരാട്രി പോലും ഒരു ഹോസ്പിറ്റലിൽ കിട്ടണമെന്നില്ല. പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമ്മൾ വർക്കിന് പോയി, ഇപ്പം വർക്കിന് വേണ്ടി നമ്മൾ പോകുമ്പോഴത്തേക്ക് 3 മാസമാണ്, 400 മണിക്കൂർ ഏകദേശം 3 മാസത്തിന്റെ അടുത്താണ് പോണേ. ഈ 3 മാസം നമ്മൾ ബുക്ക് തുടങ്ങുകയില്ല. അതായത് ഇപ്പം ഞാനെന്നൊക്കെ വെച്ചാൽ സ്കൂളിൽ പോകാൻ നേരത്തെ എക്സാം ഉണ്ടെങ്കിൽ പഠിക്കാന്നുള്ളൊരു മൈൻഡിലാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു നാട്ടിൽ നിന്ന് മിക്ക പെൺപിള്ളേരെ എനിക്കറിയില്ല, മിക്ക പയ്യന്മാരാണെങ്കിൽ എക്സാമിന് 2 ആഴ്ച മുന്നേ ആയിരിക്കും പഠിക്കാൻ. എന്നാ അങ്ങനെ ആയിരിക്കും. 2 ആഴ്ചയില്ല, 2 days. ഇവിടെ എത്തിയപ്പോ എപ്പോ അല്ല ശ്രുതി, 2 days. എന്നിട്ട് അങ്ങനെ വരുമ്പോൾ പാർട്ട് ടൈമിൽ 3 ദിവസം പോകുമ്പോഴത്തേക്കും ഒരു ഏകദേശം ഒരു 3 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഞാനത് ശരിക്കും ഒരു പണിക്കാരനെ പോലെ, അതായത് ഒരു ഫ്ലാഗ് ഹെൽപ്പർ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അത് ഞാനും ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നേഴ്സ് ചെയ്യുന്ന പോലെ ഇപ്പൊ നോട്ട് പ്രൂഫിനെ വിളിക്കുന്നില്ല, അത് എന്തെങ്കിലും ആർക്കെങ്കിലും എന്തൊരു സ്റ്റുട്സോ എവിടെയെങ്കിലും വീണിട്ട് വീഴാണെങ്കിലോ ഈ ആംബുലൻസിനെ വിളിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ബാക്കി ഫ്ലാഗ് ഹെൽപ്പർ എന്ത് ചെയ്യുന്നുണ്ടോ അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ചില സമയത്ത് മറ്റേ ഫ്രൂസ് ട്യൂബ് ഫോർപ്പറേറ്റർ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് നമ്മള് രാവിലെ ഫുഡൊക്കെ നമ്മുടെ സ്റ്റേഷൻ തന്നെ ആയിരിക്കും, ആ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് സ്കൂളിലോട്ട് പോകുമ്പോൾ വീണ്ടും പുസ്തകം കാര്യങ്ങൾ അങ്ങനെ. അപ്പൊ അത് രണ്ടും കൂടി മാറി വരുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടാണ്. അത് 2 ദിവസം പിടിക്കും, 3 ദിവസം വീണ്ടും പിന്നെ ഇതും. അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയത്. പഠിക്കാനാണെങ്കിൽ തന്നെ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഒരു രീതിയിൽ, എഴുതുന്ന വേറെ രീതിയിൽ. ഇപ്പം നമ്മൾ എഴുതുമ്പോൾ സംസാരിക്കുന്നത് 2 വേറെ വേറെയാണ്. സംസാരിക്കുമ്പോൾ നമ്മൾ മലയാളം സംസാരിക്കണേ തന്നെ അതിന്റെ ഇടയിൽ കുറെ ഇംഗ്ലീഷൊക്കെ അങ്ങനെയൊക്കെ കയറി സംസാരിക്കുന്നത്. ഇപ്പൊ ജർമ്മൻ എഴുതുമ്പോഴത്തേക്കും ജർമ്മൻ എഴുതാൻ പറ്റില്ലായിരിക്കും, ഗ്രാമർ ഒന്നും വരത്തില്ല. ഈ സെന്റൻസ് ഇങ്ങനെയാണ്. ഇപ്പം വൈകി എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുമ്പോഴത്തേക്കും ലാസ്റ്റ് വരുന്നൊക്കെ ഉണ്ടല്ലോ, സംസാരിക്കുന്ന നമ്മൾ നോക്കത്തില്ലല്ലോ, വീണ്ടും ബുദ്ധിമുട്ട്. പിന്നെന്ന് വെച്ചാൽ പിന്നെ അതും ഇവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഇപ്പം വർക്കിന് വേണ്ടി പോകുന്നുണ്ട്. എനിക്ക് ഓൾറെഡി എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു നഴ്സ് എന്റെ ഒപ്പം ഉണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യമാണ് എനിക്ക് എപ്പോഴും അവൈലബിൾ ആണ്. പിന്നെ അതുകൂടാണ് എനിക്ക് ലേണോഫ്രാഗ് എന്ന് പറഞ്ഞിട്ട് 5-6 തന്നോടും. അത് ഓരോരോ ആഴ്ചയിൽ എനിക്ക് പഠിക്കാവുന്നതുകൊണ്ട് അപ്പൊ എപ്പോഴും ഞാൻ എന്റെ സ്റ്റഡീസ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. പിന്നെ അതല്ല, ഇപ്പൊ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്റെ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത്. ആ ടൈമിൽ ഞാൻ ഗ്രൗണ്ട് ഫ്ലേക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മെഡിക്കാമെന്റ് സ്പ്രിറ്റ്സും തയ്യാറാക്കുക, അതിനെക്കുറിച്ചുള്ള കൂടുതൽ. പിന്നെ എന്റെ സ്റ്റേഷനകത്ത് ആർക്കും ഈ ഇഞ്ചക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇൻഫ്യൂസിയോൺ പെർഫ്യൂസിയോൺ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തയ്യാറാക്കലും ആ പരിപാടി ഒന്നുമില്ല എനിക്ക്. പിന്നെ അതുപോലെ തന്നെ അതിടയ്ക്ക് ആൾക്കാർ വന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ അന്വേഷണം ചെയ്യും. എനിക്ക് തോന്നുന്നു 4 വട്ടം കണ്ടു വന്നു. ഈ ഓറിയന്ററിംഗ് സയൻസിന് തന്നെ 4 വട്ടം വന്നു. അതിനകത്ത് 1 മാർക്കുള്ളതായിരുന്നു, ബാക്കി 3 ജസ്റ്റ് ഇങ്ങനെ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ടോ നമ്മൾ ചെയ്യുന്നത്, നമ്മളൊന്നുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്. പ്രിപ്പയർ ചെയ്യും, പിന്നെ ലാസ്റ്റ് നമ്മ സ്വന്തമായിട്ട് ചെയ്ത് കാണിച്ചു. അപ്പൊ അവരൊരു മാർക്ക് നമ്മൾ എത്രത്തോളം ബെറ്റർ ആയെന്നുള്ള രീതിയിൽ വരും. പക്ഷെ ആൾട്ടർനേറ്റീവ് പണിയെടുക്കുമ്പോൾ എനിക്ക് എല്ലാ സ്ഥലത്തും എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. പക്ഷെ എന്റെ അവിടെ 1 വട്ടം മാത്രമേ വരുള്ളൂ. ഈ 1 വട്ടം ഞാൻ ഈ പേഷ്യൻസിന്റെ 2.5 മാസത്തോളം കെയർ ചെയ്യുകയാണ്. അപ്പൊ എനിക്ക് ഈ പേഷ്യൻസിനെ കുറിച്ച് എല്ലാം അറിയാം. ഇപ്പം ഏതൊക്കെ അസുഖമാണ്, ഏതൊക്കെ മരുന്നാണ് എടുക്കുന്നതെന്നുള്ള ഐഡിയ എനിക്കില്ല. അതിപ്പം ടീച്ചർ പറഞ്ഞതിന് 2 ദിവസം മുന്നേ എന്റെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അവിടെ നോക്കി അതിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് ഒരു പ്രിപ്പറേഷൻ ഇവിടെ ചെയ്യുന്ന എന്താണോ അതിനെ ചെയ്തു വെക്കും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾട്ടർനേറ്റീവിൽ പണിയെടുക്കുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മുടെ ഈ ഗ്ലൗസ് മാറ്റുന്നതന്നെയാണെങ്കിൽ തന്നെ ചിലപ്പം പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലൗസ് ഇട്ടുന്നതിന് ചിലപ്പോൾ ഒരു പേഷ്യന്റ് മൊത്തം ചെയ്യും. ഇപ്പം സ്ട്രൂംഫ് മാത്രം ഉണ്ടായ ഒരു പേഷ്യന്റ് ആണെങ്കിൽ ചിലപ്പോൾ 3 പേഷ്യൻസിന് ഒറ്റ ഗ്ലൗസിലായിരിക്കും പോകുന്നത്.
അത് നമ്മൾ ക്രാങ്ക് ഹൗസ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഭയങ്കര വലിയ പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ കുറച്ചും കൂടി വൃത്തിയിലും ഡീസെന്റ് ആയിട്ട് ഒരു നമ്മുടെ നാട്ടിൽ ഒരു നഴ്സിംഗ് സ്റ്റുഡന്റ് എന്താണോ ചെയ്യുന്നത് ആ സാധനമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലായിരിക്കണം നമ്മുടെ ക്രാങ്ക് ഹൗസ്. ഇപ്പൊ ഒരു ഇപ്പൊ മറ്റേ നമ്മൾ നാട്ടിൽ നിന്ന് ഇപ്പം എല്ലാവർക്കും ഹോസ്പിറ്റലിൽ ഇട്ടാലും ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഞാനിപ്പോ അവിടെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അതായത് ഞാൻ അവിടെയാണ് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനുശേഷം എനിക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഏതെങ്കിലും ശേഷം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പാടില്ല അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. കാരണം അപ്പോൾ 2 മാസം കണ്ട് 3 കൊല്ലത്തിനിടയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആൾട്ടർനേറ്റീവിൽ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. പക്ഷെ ഞാൻ ഇവിടെ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോ ഒരു ആൾട്ടർനേറ്റീവിലോ ആംബുലൻസിലേക്കോ പോകണമെന്നാണെങ്കിൽ പോലും എനിക്ക് എളുപ്പമായിരിക്കും. കാരണം ഡോക്യുമെന്റേഷൻ എന്താണ്, പ്രോസസ്സ് എന്തൊക്കെയാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു അപകടം വന്നതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിന് ഒരു മൊത്തം ഡീറ്റെയിൽസും കാര്യങ്ങളും ആ അറിവ് എനിക്കുണ്ട്. ആൾട്ടർനേറ്റീവിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നതാണ് പറഞ്ഞു പഠിക്കുന്നുണ്ട്, പക്ഷെ നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നില്ല. പക്ഷെ പുതിയൊരു സാധനം അവിടെ അതുകൊണ്ട് എന്റെ അഭിപ്രായത്തില് ഇപ്പൊ എല്ലാവർക്കും ഹോസ്പിറ്റലിലോട്ട് വരാൻ പറ്റുന്നൊന്നുമില്ല. ഇപ്പൊ എല്ലാവർക്കും കൂടി അക്കോമഡേറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് നമുക്ക് ഇവിടെ കാണുന്നില്ല. നമ്മൾ ഇന്ത്യയിൽ തന്നെ ഒത്തിരി ആൾക്കാരുണ്ട്. എല്ലാ രാജ്യത്തും കയറി വരുന്നുണ്ടല്ലോ പിള്ളേർ. എല്ലാവരും കൂടി ക്രാങ്ക് ഹൗസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇപ്പം ഇപ്പൊ ഒരു ആൾട്ടർനേറ്റീവിലോട്ടേക്കാണ് വരുന്നതെങ്കിൽ പോലും നിങ്ങൾ വാ. എന്നിട്ട് 6 മാസം നമുക്ക് ഇപ്പൊ എപ്പോ വേണമെങ്കിലും ക്യൂണ്ടിങ്ങിന് അടിക്കാം. നമുക്ക് 6 മാസത്തിന് ശേഷം നമുക്ക് അടിക്കും. പക്ഷെ 1 മാസം മുന്നേ പറഞ്ഞു എന്നിട്ട് നമുക്ക് ഒരിക്കലും ആൾട്ടർനേറ്റീവായിട്ട് ഒട്ടും സെറ്റ് ആവുന്നില്ല എന്ന് കണ്ടാൽ മാത്രം അവിടുന്ന് ക്യാൻസൽ ചെയ്യുക, വേറൊരു ഹോസ്പിറ്റലിൽ കണ്ടുപിടിക്കുക, അങ്ങോട്ടേക്ക് പറയാം. എത്രയ്ക്ക് എളുപ്പമല്ല, കുറച്ച് ബുദ്ധിമുട്ടണം. പിന്നെ കുറച്ച് കഴിവുള്ള ആൾക്കാരൊക്കെ നമ്മൾ പരിചയപ്പെടുമല്ലോ അതിന്റെ ഇടയിൽ. കുറച്ച് ജർമ്മൻസിനൊക്കെ ജർമ്മൻസിനൊക്കെ നമ്മൾ പരിചയപ്പെട്ട് നമുക്ക് കോൺടാക്ട് അയക്കുന്നതിന് ഇനിയും പറയാനുണ്ട്. ഞാനത് അവൻ കഥ പറയുമ്പോ ഞാൻ 3 ഇപ്പൊ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പൊ 3ാമത്തെ എക്സസൈസ് ചെയ്തോണ്ടിരിക്കുക. ആദ്യത്തെ എക്സസൈസ് ഹോസ്പിറ്റലിലായിരുന്നു, 2ാമത്തെ അടക്കമാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ആംബുലാന്റെ. ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത്, എളുപ്പം എന്ന് വെച്ചാൽ ആദ്യം പണിയില്ലാന്ന് വരുന്നത് തോന്നുന്നത് ആംബുലാന്റെ ആണ്. പക്ഷെ അങ്ങനെ എടുത്തിട്ടും വലിയ കാര്യമില്ല. നമ്മൾ അതിനകത്ത് ഒന്നും നമ്മൾ കൂടുതലായിട്ട് ഒരു സംഭവം നമ്മൾ പഠിക്കുന്നില്ല. കാരണം സ്റ്റോപ്പ് ഫെയിലിരിക്കുന്ന കാര്യമാണെങ്കിൽ തന്നെ നമ്മൾ ആ ടൈമിൽ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളത് ഇതിൽ തന്നെ അവിടെ ചെന്നപ്പോൾ ഫസ്റ്റ് എന്നോട് ചോദിച്ചു സ്റ്റോപ്പ് ഫെയിലിരിക്കാൻ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയാന്ന് പറഞ്ഞു, ചെയ്യിക്കുന്നു. അതേ നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് വാക്ക് ഉണ്ട്. അതെ, ആ സംഭവം അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ചെറിയ നോർമൽ ഗ്രൂപ്പിലേക്ക് വാഷനും ട്യൂഷനും അതൊക്കെ ഉണ്ട്. ട്യൂഷൻ എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരിക്കൽ ഒരാളെ 1-2 പേരെ മാത്രമേ നമുക്ക് അതിന്റെ ചെയ്യേണ്ടുള്ളൂ. പിന്നെ ചെയ്യേണ്ട വാഷൻ മാത്രം അത് നോർമലാണ്. ഇപ്പൊ ഹോസ്പിറ്റലിലായാലും അടകയിലായാലും നമ്മളത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആംബുലൻസ് അത്ര ഒരു വലിയൊരു പണി എന്ന് പറഞ്ഞൊരു സംഭവമായിട്ട് നമുക്ക് തോന്നില്ല. പിന്നെ നമ്മൾ ഫുൾ ടൈം ഒരു പേഷ്യന്റിന്റെ അടുത്ത് ഒരു ഹൗസിലിരിക്കുന്നില്ല. നമ്മൾ വണ്ടിയിൽ പോകുന്നു, ഒരു വീട്ടിലെത്തുന്നു, കയറുന്നു, തിരിച്ചറിയുന്നു, അത്രേ ഉള്ളൂ. ബാക്കി സമയം വണ്ടിയിൽ അവിടെ അവര് നമ്മുടെ പേഴ്സണൽ ഡോക്കാണ് നമ്മുടെ കൂടെ വരുന്ന ആളുടെ കൂടെ പേഴ്സണൽ ഡോക്ടർ സംസാരിച്ചുകൊണ്ട് പോകുന്നേ ഉള്ളൂ. ആൾട്ട ഗെയിമിൽ ചെയ്ത സമയത്തായാലും എനിക്ക് ആൾട്ട ഗെയിം ചെയ്യുന്നതിന്റെ മുന്നേ ഞാൻ മറ്റേ ഇതിന്റെ പറയാം, ഹോസ്പിറ്റലിൽ ചെയ്ത സമയത്ത് മറ്റേ ഓറിയന്റ് ക്യാൻസേഴ്സ് ആയിരുന്നു. അപ്പൊ അവിടെ ചെന്നു, ഒന്നും അറിയത്തില്ലാത്തൊരു ഫീൽഡിൽ വന്നിട്ട് നേഴ്സിംഗ് ചെയ്യുന്ന. അപ്പൊ അവിടെ ചെന്നു, എനിക്ക് കിട്ടിയ സ്റ്റേഷൻ നിങ്ങളെ വെച്ച് പറഞ്ഞു നോക്കിയപ്പോയാലും ഒന്നുകൂടെ എളുപ്പമുള്ള സ്റ്റേഷൻ ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം ചെന്നു, എനിക്ക് കുറെ മെയിനായിട്ട് മുണ്ടാണ് ഫുൾ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഓപ്പറേഷൻ പാടായിരുന്നു. അതുകൊണ്ട് ഓപ്പറേഷൻ വരുന്നവരുടെ മുൻഫർസോറിംഗ് ആണെങ്കിൽ കാര്യമായിട്ട് ചെയ്യുന്നുള്ളത്. അപ്പം മെയിനായിട്ട് കുറെ ടൈപ്പ് മുറിവ് കണ്ട് അതിന്റെ ഫർസോറിംഗ് എങ്ങനെ ചെയ്യണം, ഓരോ ടൈപ്പ് ഓരോ സ്കിന്നിന്, അതിപ്പോ ഫേസിൽ ഒട്ടിക്കുന്ന സ്കിന്നിൽ ഇവിടെ ഒട്ടിക്കുന്ന ഫർബാൻഡ് ആയാലും ഒരു ടൈപ്പാണ്, ഓരോ സ്കിന്നില് ഓരോ ടൈപ്പ് ഫർബാൻഡാണ്. പിന്നെ അലർജി ഉള്ളവരുണ്ട്. ഇതേ ഫേസിൽ ഒട്ടിക്കുന്നത് മാത്രമല്ല ഇവിടെ ഒട്ടിക്കുന്ന സമയത്തായാലും അലർജി ഉള്ള സ്കിൻ, അതനുസരിച്ച് നമ്മൾ ഓരോ ടൈപ്പ് ഫർബാൻഡ് ഒട്ടിക്കുകയും ചെയ്യണം. അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് എനിക്ക് അവിടെ പഠിക്കാൻ പറ്റിയായിരുന്നു. പിന്നെ അവിടെ വന്ന വെച്ചാൽ കുറെ ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓപ്പറേഷൻ വരുന്നു, അവര് തിരിച്ചു പോകുന്നു. ഡിമെൻസ് കുറവായിരുന്നു, ഉണ്ടായിരുന്നു ഏജ്ഡ് ആയിട്ടുള്ളവർ. അതായത് ഈ അൽഹൈമിൽ നിന്നൊക്കെ അങ്ങോട്ട് വരുന്നവരുണ്ട്, ഈ ക്യാൻസർ ഒക്കെ ആയിട്ട് സ്കിന്നിന്റെ ഓപ്പറേഷൻ അങ്ങനെ വരുന്നവരുണ്ടായിരുന്നു. അവരുടെ ഗ്രീൻ ഫ്ലാഗ് മാത്രം നമുക്ക് ചെയ്യാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഹൈമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നി. നേരെ ഹോസ്പിറ്റലിലേക്കാണ്. നമുക്ക് എന്താ പറയാ, ഒരു ദിവസം അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് ആകെ ഒരു
2 പേരൊക്കെ പുതുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. 2-3 പേര് കണ്ട് പുതുതായിട്ട് വന്നു. ബാക്കി എല്ലാവരും ഞാനൊരു 3 മാസവും ഈ എല്ലാവരും തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്കറിയാം ഒരു റൂമിലെ ഈ ആളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത് നമുക്ക് കാര്യമായിട്ട് അറിയാം. അവരുടെ അടുത്ത് ചെല്ലുന്നു. ആദ്യമൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് ഇത്ര പേഷ്യന്റിനെ തരും, രാവിലത്തെ ഫസ്റ്റ് വർക്കിന്റെ കാര്യത്തിൽ ഇത്ര പേഷ്യന്റ് തരും. നമുക്ക് ആ ടൈം ആദ്യം മാനേജ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം ഒരാളുടെ അടുത്ത് ഇങ്ങനെ ചെയ്യണം, അടുത്ത ആളുടെ അടുത്ത് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പൊ ആദ്യത്തെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെറുതായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അവരുടെ അടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കറക്റ്റായിട്ട് ടൈം മാനേജ് ചെയ്ത് ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് അവരുടെ ബ്രേക്ക്ഫാസ്റ്റിന് കൊണ്ടുവരുത്താൻ പറ്റുന്ന രീതിക്ക് നമ്മൾ റെഡിയാവും. പിന്നെ ഇവരെ തന്നെയാണ് കാണുന്നത്. നമുക്ക് അപ്പോഴത്തേക്കും എന്താ പറയാ, ലാസ്റ്റ് ഒരു 3-ാമത്തെ മാസമൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര സിമ്പിൾ ആയിട്ട് വന്നു. സിമ്പിൾ മീൻസ് നമുക്കറിയാം പോവുക, ചെയ്യുക, ഇതാണ് ചെയ്യുക, തിരിച്ചറിഞ്ഞ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ പരിപാടി എന്ന് പറഞ്ഞാൽ. പക്ഷെ അവിടുത്തെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്നെ ആ ഒരു ഫിസിക്കൽ ബുദ്ധിമുട്ട് ഭാവിയിലേക്ക് വരും, ഫ്യൂച്ചറിലേക്ക് നമുക്ക് ആ സംഭവം ഉണ്ടാവും. നമ്മളെ എനിക്ക് അന്നൊന്നും വരുമായിരുന്നു. വൈകിട്ട് വീട്ടിൽ ചെന്ന് ഞാൻ മറ്റേ പാട്ടപ്പില് ചൂടുള്ള മൊത്തത്തിൽ നിറയ്ക്കും. എന്നിട്ട് മറ്റേ നാട്ടിൽ നിന്നുള്ള കുറച്ച് എണ്ണയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒക്കെ അതിനകത്ത് കമത്തും. ബുദ്ധിമുട്ടുണ്ട്. ഭാവിയിലൊന്നും കണ്ട അപ്പൊ കാണാൻ പറ്റും. ബാക്കി പറഞ്ഞു. പിന്നെ എന്താ വെച്ചാൽ എന്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ആൾട്ട ഗെയിമിൽ ചെയ്യുന്ന, അതായത് ആൾട്ട ഗെയിമില് അവനോട് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തായാലും അവൻ പറഞ്ഞ വെച്ചാൽ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ നമുക്ക് അറിയില്ല. നമ്മളെല്ലാം സ്ഥിരമായിട്ട് ചെയ്യുന്നവരെ സാധാരണ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ട്രക്ചർ രീതിയിൽ നമ്മൾ എല്ലാ ദിവസവും ചെയ്തു പോകുന്നു. പുതുതായിട്ട് ഒരു കാര്യം നമ്മളവിടെ ചെയ്യുന്നില്ല. ഞാനിപ്പം എനിക്ക് എക്സൈസ് ഒരു അടുത്ത സ്റ്റേഷനിലായിരിക്കും, പുതിയൊരു സ്റ്റേഷനിലായിരിക്കും. ഞാൻ ആദ്യം ഡെർമറ്റോളജി ചെയ്ത് ഇനി അടുത്ത് വരുന്ന പുതിയൊരു സ്റ്റേഷനാണ്. ആ സമയത്ത് എനിക്ക് ഡെർമറ്റോളജി ചെയ്ത പോലത്തെ കാര്യങ്ങളല്ല, ഇവിടെ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവും. അപ്പൊ ആ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് വരുന്ന ഇനി എനിക്ക് ആ ഈ 2 വർഷത്തേക്ക് വരുന്ന കാര്യങ്ങൾ തന്നെ. പിന്നെ അതുമല്ല, ഞാൻ പറയട്ടെ, ഈ ആൾട്ടർനേറ്റീവ് എന്ന് വെച്ചാൽ ഇപ്പം ബെമോനേഴ്സ് ആണ്, പക്ഷെ എല്ലാ ടൈപ്പ് അസുഖമുള്ള ആൾക്കാർ അവിടെ കാണും. ഇപ്പൊ നമ്മൾ ഇപ്പം ആൾട്ടർനേറ്റീവ് ഇപ്പൊ പണി ഒരാൾക്ക് ഡെമൻസ് ആയിരിക്കും, ഒരാൾക്ക് അൽഷിമേഴ്സ് ആയിരിക്കും, ഒരാൾക്ക് ക്യാൻസർ ഉണ്ടാവും, ഒരാൾക്ക് അതായത് ആൾട്ടർനേറ്റീവില് പൊതുവായിട്ട് ഈ പ്രായവർക്ക് എല്ലാവർക്കും അസുഖങ്ങൾ കാണല്ലോ, എല്ലാവർക്കും ഓരോ അസുഖങ്ങളായിരിക്കണമെന്നില്ലല്ലോ. പക്ഷെ നമ്മള് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഓരോരോ സെക്ഷനിൽ പണിയെടുക്കുമ്പോഴത്തേക്കും ഇപ്പൊ എനിക്ക് ഡിമെൻസിന്റെ സ്റ്റേഷൻ ഇറങ്ങിയ ഡിമെൻസിനെ വേറൊരു വ്യത്യാസം ഉണ്ട് ഈ പറഞ്ഞതിനകത്ത്. ഇപ്പൊ അതില് പറഞ്ഞില്ലേ എല്ലാവർക്കും അസുഖങ്ങളുണ്ട്, പക്ഷെ അതിന്റെ ഒന്നും അത്രയും അതായത് എക്സ്ട്രീം ആവുമ്പോഴത്തേക്ക് അവര് ഹോസ്പിറ്റലിൽ. പക്ഷെ നമ്മള് ഹോസ്പിറ്റലിലാണ് ഇപ്പൊ എന്റെ അർബൈറ്റ് കേബർ ആയത് കാരണം ഞാൻ ഓരോ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഇപ്പൊ ഒരു ഡിമെൻ സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഡിമെൻസിന്റെ എക്സ്ട്രീം എനിക്ക് അറിയാം. അതായത് അത്രയും പേഷ്യൻസ് എനിക്ക് കിട്ടും. അതായത് ഇപ്പൊ ഡിമെൻസിന്റെ എക്സ്ട്രീം ആയിട്ടാണ് ഇത് അവർക്ക് അസുഖമല്ല. അപ്പൊ എന്റെ മൈൻഡിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്ക് ആദ്യമായിട്ട് ഞാൻ ആൾട്ടർനേറ്റീവ് വർക്ക് ചെയ്തപ്പോഴത്തേക്ക് ഈ ഡിമെൻസ് ഞാൻ ഒന്ന് കുളിപ്പിച്ചുകൊണ്ട് അവിടെ ഇരുത്തും. ഈ അമ്മച്ചിമാര് പിന്നെ എണീറ്റ് പോയി അവിടെ ഇവിടെ ചെന്ന് വീണ്ടും വൃത്തിയിടാക്കി അഴുക്കാക്കി കൊണ്ടുവരും. അത് പിന്നെ ഞാൻ ക്ലീൻ ചെയ്യണം. ഇത് തന്നെ ഇങ്ങനെ 3-4 വട്ടം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മനുഷ്യന്മാരാണ്, എത്രയൊക്കെയാണ് നമുക്ക് ദേഷ്യം വരും. പക്ഷെ ഞാനിപ്പോ ഒരു ഡിമെൻ സ്റ്റേഷനിൽ മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് എന്റെ പേഷ്യൻസ് ലെവലും അതിനനുസരിച്ചിട്ട് കൂടും. എന്റെ ബ്രെയിനും മൈൻഡും ഒക്കെ അതായിട്ട് ആക്സെപ്റ്റ് ചെയ്യും. ആ അസുഖം കാരണം അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ആൾട്ടർനേറ്റീവ് പോയി പറയുമ്പോഴത്തേക്കും ഈ അമ്മച്ചിക്ക് ഇത്രയൊക്കെ അസുഖങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ അവരിങ്ങനെ കാണിക്കുന്നതെന്നുള്ളൊരു ബോധം എനിക്ക് വരും. നീ മൊത്തത്തിൽ നമ്മള് ആൾട്ടർനേറ്റീവ് വേണോ അർബൈറ്റ് കേബർ ആയിട്ട്, ആംബുലൻസ് ഫ്ലൈറ്റ് വേണോ അർബൈറ്റ് കേബർ, അതാണ് പഠിക്കാനാണ് ഹോസ്പിറ്റൽ. പണിയെടുക്കാണെങ്കിൽ ആംബുലൻസ് അല്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കാനാണെങ്കിൽ ക്രാങ്കൻ ഹൗസ് മതി. എല്ലാത്തിനെ കുറിച്ച് 3 കൊല്ലം കൊണ്ട് നമുക്ക് അത്യാവശ്യം ഒരു നഴ്സിംഗ് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം കൂടുന്നതോ ഓരോന്നും മാറിയിരിക്കും. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സാധനം വേണ്ടി ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് അത് തെറ്റാന്ന് പറയാം, നമ്മൾ വീണ്ടും പുതിയൊരു കാര്യം പഠിക്കേണ്ടി വരും. പക്ഷെ അറ്റ്ലീസ്റ്റ് ആ 10 കൊല്ലത്തേക്ക് നമ്മൾ പഠിച്ച കാര്യം നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. എനിക്കും ഏകദേശം ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അതായത് പക്ഷെ നമ്മുടെ മാത്രമായിട്ട് ചില ആൾക്കാർക്ക് ഇപ്പം ആൾട്ടർനേറ്റീവ് സൂപ്പർ ഇപ്പൊ ഞാൻ പറയട്ടെ ചില കാര്യങ്ങളെന്നൊക്കെ വെച്ചാല് നമ്മുടെ ചുറ്റുപാട്, അതായത് നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പം എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാർ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എനിക്ക് ക്രാങ്കൻ ഹൗസിൽ വരെ പറയണേക്ക് ക്രാങ്കൻ ഹൗസിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർ എനിക്ക് അത്യാവശ്യം കമ്പനിയാണ്, ആൾട്ടർനേറ്റീവിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർ അത്യാവശ്യം കമ്പനിയാണ്. ഇപ്പം ചില സമയത്ത് നമ്മുടെ ആൾട്ടർനേറ്റീവിൽ വർക്ക് ചെയ്യുന്ന പ്രാക്ടീസുകളുടെ നേഴ്സാണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് തോന്നാം. ചിലപ്പോൾ പേഷ്യൻസും സ്റ്റേഷനൊക്കെ അടിപൊളിയായിട്ടുള്ള സ്റ്റേഷൻ, അതായത് അത്യാവശ്യം നല്ല റിച്ചൊരു സ്റ്റേഷനൊക്കെ കിട്ടുന്നത്, അത്യാവശ്യം എല്ലാ ആൾക്കാരും ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. ചിലപ്പോൾ ഈ പിള്ളേർക്ക് വേറെ രീതിയിൽ തോന്നാം. ചില സ്കൂളുകാർ കാണും, ആ സ്കൂളിൽ ചിലപ്പോൾ ലെനോട്രക്കും കാര്യങ്ങളൊക്കെ ആൾട്ടർനേറ്റീവ് അർബൈറ്റ് കേബർ ആണെങ്കിൽ പോലും കൊടുത്തു വരുന്ന ആൾക്കാരും കാണും. ചില സ്കൂളുകാരുണ്ടല്ലോ ഇന്ന അസൈൻമെന്റ് നിങ്ങൾ ഈ വർക്കിന്റെ സമയത്ത് തീർത്തിട്ട് വരുന്ന കൊടുക്കുന്നുണ്ട്. എന്റെ സ്കൂളിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞത്.
മോസ്റ്റ്ലി സ്കൂളുകളിൽ അങ്ങനെ ഇല്ല. ഇല്ല. ഇനി എനിക്ക് പക്ഷെ പറയാം, മുസ്ലിമിന്റെ കൈനോട്ടൊരു സ്കൂളുകളുണ്ട്. നമ്മൾക്ക് ഒരു 10% സ്കൂളുകളിലാണ് നല്ല സ്കൂളുകളാണല്ലോ. 10% ഉണ്ടാവും. നിന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയണ്ടേ, ഞാൻ ചോദിക്കാം ആർബിഐ ആരെയായിരിക്കും, അതായത് ഇപ്പൊ നമുക്ക് സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് നാട്ടിൽ നിന്നെങ്കിൽ ആരെയായിരിക്കും സെലക്ട് ചെയ്യുക? അതായത് കാൻഡിൻ ഹൗസ് ആയിരിക്കും, ക്ലിനിക് ആയിരിക്കും, ആംബുലൻസ് ആയിരിക്കും, ആൾട്ടർനേറ്റീവ് ആയിരിക്കും, ആർബിഐ ഗേമർ ആയിട്ട് ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ സെലക്ട് ചെയ്യുള്ളൂ. അതിൽ ഞങ്ങൾക്ക് പറഞ്ഞില്ലായിരുന്നു ലേൺ ഓഫ് ടാഗ് ചില സ്കൂളുകാർ തരുന്നുണ്ടാവാം എന്ന് പറഞ്ഞില്ലേ. ലേൺ ഓഫ് ടാഗ് നമ്മൾ ഈ എഴുതി പഠിക്കണം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമ്മളത് അപ്ലൈ ചെയ്യണം. അതിനെന്തായാലും നമ്മൾ അപ്ലിക്കേഷൻ ചെയ്തിട്ടാണല്ലോ ഇത് എഴുതുന്നത്. അപ്ലൈ ഞാൻ ഉദ്ദേശിച്ചത് ഒരാളെ അതിനുവേണ്ടി നമുക്ക് ജർമ്മൻ വൈബാ ആരും എന്തെങ്കിലും ചോദിച്ചാലും ഒരു പെന്തലും നമുക്കത് മനസ്സിലാവണമെന്നുള്ളൂ, ജർമ്മനി പറയാൻ പറ്റണമെന്നുള്ളൂ. ഇതൊക്കെ നമ്മളെ ക്ലാസ്സിൽ പോയിട്ടുണ്ട്. പിന്നെ ലേൺ ഓഫ് ട്രൈ ചെയ്യുന്നതിന്റെ ഒരു ഇതെന്ന് വെച്ചാല് ആൾട്ടഹൈമില് ലേൺ ഓഫ് ട്രൈ ചെയ്യുന്ന സമയത്ത് ആൾട്ടഹൈമിലെ കാര്യങ്ങൾ വെച്ചാൽ അത് ത്രോംബോസ് പ്രൊഫലക്സ് ഇപ്പൊ ആംബുലാൻസിൽ കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ഫ്ലീഗെ ഫിനാൻസിയറിങ്ങും പിന്നെ രണ്ടാമത് തന്നേക്കുന്നത് അതിനുള്ള കിട്ടുള്ളൂ. അപ്പൊ ആൽട്ടർനേറ്റീവിൽ എത്ര എക്സ്ട്രീം പോയാലും കിട്ടുന്ന ഒരു ലെവലില്ല, അതല്ലേ കിട്ടുള്ളൂ. ആ സ്ഥാനം നമ്മൾ ക്രാങ്കൻ ഹൗസിൽ പണിയെടുക്കുമ്പോ വുൺഫസോങ്ങിന്റെ അല്ലെങ്കിൽ ഇൻഫസിയോൺ അത് എല്ലായിടത്തും കിട്ടുന്ന ഒരു സംഭവം വെച്ചാൽ ഹൈജീനാണ്. ഹൈജീൻ എല്ലായിടത്തും തരാം, ഞാനത് പറഞ്ഞോട്ടെ. അതായത് ഡിസ്ട്രിബ്യൂട്ടറോ എല്ലാവർക്കും ഹൈജീൻ കൊടുക്കാതെ ഞാൻ ഹൈജീനിലാണ് അതായത് ക്രാങ്കൻ ഹൗസിൽ, അതായത് ആർബിഐ കേബർ ഹോസ്പിറ്റലിൽ കിട്ടി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഡിഫറെന്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഞാൻ ആദ്യം ഹേർട്ടിന്റെ ക്ലിനിക്കിൽ സ്റ്റേഷനിലായിരുന്നു, പിന്നെ അതിന് ലങ്സിന്റെ ആയി, പിന്നെ കിൻഡറിൽ, ഇങ്ങനെ മാറി 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 വരും. പിന്നെ വേറൊരു കാറ്റഗറി ഈ ആൾട്ടൻഹൈമിൽ വന്നിട്ട് ഇവിടെ ഇതിപ്പോ ഈ വീഡിയോയിൽ കുറെ പേര് കമന്റ് ചെയ്യും ഈ ആൾട്ടൻഹൈം ആയിട്ട് കിട്ടിയവർ പറയും അവർക്ക് ഭയങ്കര സൂപ്പറാണ്, അവർ നല്ല ഇതാണെന്ന്. ഓരോരുത്തരുടെയും ഇന്റൻഷൻ അനുസരിച്ച് ചെയ്യും. എനിക്കെന്ന് വെച്ചാൽ എനിക്ക് ഈ 3 കൊല്ലം എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് വേണം ജോലി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പഠിക്കാൻ പറ്റുന്നത് പഠിച്ചിട്ട്. ചിലവരങ്ങനെയല്ല എൻസ്പാൻഡ് ആയിട്ട് നമുക്ക് എത്രത്തോളം ആഘോഷിക്കാൻ പറ്റുമോ, അതായത് ഫ്രീ ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ, വലിയ കാര്യമൊന്നും പഠിക്കണ്ട, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായാൽ മതി. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആൾട്ടർനേറ്റീവിൽ ഇപ്പം ഞാൻ പഠിച്ച സ്കൂളുണ്ടല്ലോ അവിടെ ഒത്തിരി പഠിപ്പിക്കുമായിരുന്നു. പക്ഷെ ഇതൊന്നും എനിക്ക് എവിടെയും കൊണ്ടേ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ എനിക്ക് ഫസ്റ്റ് കാണിച്ചത് സ്റ്റോമാ പ്രസോർഗനൊക്കെ കാണിച്ചു തന്നെ. ഇത് ഓറിയന്റലും സയൻസ് ഞാൻ കൂട്ടി എവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. എടാ സ്റ്റോം ഇവിടെ തന്നെ പേഷ്യൻസ് വേണ്ടേ. ഇപ്പൊ ഇവിടെ എന്നെ പഠിപ്പിക്കുന്ന കാര്യം വന്നാലോ. എടാ സ്റ്റോമാ പ്രസോർഗനെ ഫസ്റ്റത്തെ 6 മാസം പഠിപ്പിച്ച് 1-ാം ക്ലാസ്സിൽ 3-ാമത്തെ പഠിത്തം 5-ാമത്തെ വരുവാണ്. ആദ്യത്തെ ആഴ്ചയിൽ സ്റ്റോമാ പ്രസോർഗം പഠിപ്പിച്ച് എന്നിട്ട് 6-ാമത്തെ ദിവസം ചെയ്യാൻ ഞാൻ ചെയ്യൂ. ഇല്ല, അതായത് ഇപ്പൊ ഞാൻ പഠിക്കുന്ന ടൈമില് നമ്മൾ പിറ്റേ ദിവസം പറഞ്ഞു അതില്ല. ആർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും ഉത്തരങ്ങൾ പറയുക. ഇത് നമ്മൾ ജർമ്മനിൽ ഡിസ്കസ് ചെയ്യണത്. ഇതിനുശേഷം ജർമ്മനിലാണ് അടുത്ത 10 ജർമ്മനിലാണ്. അതായത് നമ്മൾക്ക് ശരീരം ഭയങ്കര ബുദ്ധിമുട്ടി പണി. എനിക്ക് തോന്നുന്നത് ആൾട്ടൻഹൈം തന്നെയാണ് ശരീരം ബുദ്ധിമുട്ടി പണിയെടുക്കുന്നത്. പക്ഷെ ക്രാങ്കൻ ഹൗസിൽ വരുമ്പോൾ അത്ര അഡ്ജസ്റ്റ്മെന്റ് അല്ല. പക്ഷെ നമുക്ക് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. കാരണം ദിവസവും പേഷ്യൻസ് മാറുവാണ്, സിറ്റുവേഷൻ മാറുവാണ്, അവരുടെ അസുഖങ്ങൾ മാറുവാണ്. പക്ഷെ ലാംഗ്വേജ് അത്യാവശ്യം ഉണ്ടെങ്കിൽ ക്രാങ്കൻ ഹൗസ് ആയിരിക്കും പണിയെടുക്കാൻ കുറച്ചും കൂടെ എളുപ്പം. പക്ഷെ രണ്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, പറയാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ഹോസ്പിറ്റലിൽ ആരോഗ്യകരമായിട്ട് കിട്ടിയത് ഭയങ്കര ഉപയോഗമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ നിങ്ങൾക്കൊക്കെ എന്ന് വെച്ചാലുണ്ടല്ലോ, നിങ്ങൾക്ക് വന്നതേ ഹോസ്പിറ്റലിലോട്ടേക്കാണ്. അപ്പൊ ഇതിപ്പോ നമുക്ക് എനിക്ക് നാട്ടിൽ നിന്ന് അറിയാൻ പാടില്ലായിരുന്നു. എന്റെ അടുത്ത് നാട്ടിൽ നിന്ന് എന്റെ ഏജന്റ് പറഞ്ഞതെന്ന് വെച്ചാല് ആൾട്ടർനേറ്റീവ് കിട്ടിയാലും ആർബിഐക്ക് മറ്റേ ഹോസ്പിറ്റലിൽ കിട്ടിയാലും ആംബുലൻസ് കിട്ടിക്കാനും നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യണമെന്ന്. ഞാൻ ഇവിടെ എത്തിയിട്ട് റിയലൈസ് ചെയ്ത ഒരാളാണ്. അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും നേഴ്സ് ആവാൻ വേണ്ടിയിട്ടാണ് തന്നെ. ഇപ്പൊ നാട്ടിൽ വർക്കുന്ന നേഴ്സുമാരെ നമ്മൾ കാണാറുണ്ട്. സാലറി കുറവാണെങ്കിൽ പോലും അവർ ചെയ്യുന്ന ജോലി നമ്മൾ കാണുന്നുണ്ടല്ലോ. അതിന് മരുന്ന് കൊടുക്കുക, എന്തൊക്കെയൊക്കെ കാര്യങ്ങളായി അങ്ങനെ. അല്ലെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്ന പോലെ സ്നാക്കി മാറ്റലൊക്കെ കുറവാണല്ലോ നാട്ടിൽ നഴ്സിംഗില്. ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്കെന്തോ ഞാൻ ഭയങ്കര താഴെ രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ, അതായത് നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ട് ചില അമ്മച്ചമാരൊക്കെ നോക്കുന്ന ആൾക്കാരല്ലേ. ഞാൻ വിചാരിച്ചാൽ ഇതിന് വേണ്ടിയിട്ടാണോ പഠിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള തോന്നലായിരുന്നു എനിക്ക് ആദ്യം.
പിന്നെ ഞാൻ കരുതി ആ ജർമ്മനിയിൽ മൊത്തത്തിലുള്ള നഴ്സിംഗ് ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഹോസ്പിറ്റലാണെന്നില്ല, എന്റെ ആട്ടോമയിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നതും പിന്നെയാണല്ലോ പുറത്തോടിക്കുന്നത്. അതിനുശേഷമാണ് ഒത്തിരി പേരെ മീറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. അതായത് ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന നിങ്ങളെ പോലുള്ളവരെ കാണുന്നതും വേറെ കുറെ ഫ്രണ്ട്സിനെ വിളിക്കും. പിന്നെ നമുക്ക് ഹൗസ് ബിൽഡിനൊക്കെ ഒരു മീറ്റിംഗ് കാണും. അതായത് ഒരു ഏരിയയിലുള്ള ഹൗസ് ബിൽഡിനെ എല്ലാം ഒരുമിച്ച് വരുന്നത്. അപ്പൊ അവരൊക്കെ അവരുടെ ഓരോരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊന്നും അല്ലാന്ന്. സ്കൂളിൽ നിന്ന് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടാവും, പക്ഷെ വന്ന സമയത്ത് എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇന്നതൊക്കെ ചെയ്യണമെന്ന്. കാരണം നമുക്ക് ക്ലാസ്സിൽ ടീച്ചർ എന്തോ വന്ന് പറഞ്ഞു പോകുന്നു, നമ്മളെ വീട്ടിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, പഠിക്കുന്ന എക്സാം എഴുതുന്നു, കണ്ടന്റ് മാത്രം. അതിന്റെ ഇടയിൽ ഇതൊക്കെ മിസ്മാർ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന പോലെ പഠിക്കണം, ഇന്നൊക്കെയാണ് ഇതൊക്കെ. അതിനുശേഷമാണ് ഞാൻ തീരുമാനിച്ച മാറാം. അപ്പൊ എന്റെ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതും എനിക്ക് ഞാനൊരു ക്രാങ്കൻ ഹൗസിലായതുകൊണ്ട് എനിക്കൊരു ഉപകാരം തോന്നിയ വെച്ചാല് നമുക്ക് സർട്ടിഫും ഒരുപാട് നമ്മൾക്ക് ലാസ്റ്റത്തെ തേർഡ് ഇയറിൽ സെലക്ട് ചെയ്യാൻ പറ്റുമല്ലോ ഇത് സർട്ടിഫും ഏതിൽ ചെയ്യണം. കൂട്ടുണ്ട്, പീഡിയാട്രി ഉണ്ട്, സൈക്കാട്രി. അപ്പൊ എനിക്കിത് ഓപ്ഷൻസ് ഒത്തിരി ഉള്ളത് കൊണ്ട് എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റി ഏതാ എടുക്കണ്ടേ. കോൺസെൻട്രേറ്റ് ചെയ്താലും നമുക്ക് ബാക്കി എല്ലാത്തിലും പണിയെടുക്കാം. എല്ലാത്തിലും പണിയെടുക്കാം. ജനറൽ നഴ്സിംഗ് ആണ് എന്റെ ശരിക്കും ഇംഗ്ലീഷ് വാക്ക്. അപ്പൊ ജനറൽ നഴ്സിംഗ് അപ്പൊ നമുക്ക് ഏത് ഫീൽഡിൽ വേണമെങ്കിലും പണിയെടുക്കാം ഈ നമ്മുടെ ഹോസ്പിറ്റൽ ഡിപ്ലോമ വെച്ച്. ഇത്ര നേരം നമ്മൾ സംസാരിച്ചത് ജർമ്മനിയിലെത്തി നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളുടെ കാര്യമാണ്. അവർക്ക് പഠിക്കുന്ന എന്തൊക്കെ എക്സ്പീരിയൻസ് കിട്ടും, അല്ലെങ്കിൽ ഏതാണ് നല്ലതെന്നൊക്കെയാണ്. അല്ലാതെ നാട്ടിൽ നിന്ന് ഓൾറെഡി 4 വർഷത്തെ BSc നഴ്സിംഗോ അല്ലെങ്കിൽ MSc നഴ്സിംഗോ കഴിഞ്ഞ് ഇവിടെ വന്ന്, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഓൾറെഡി എക്സ്പീരിയൻസും കിട്ടിയിട്ട് ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നവരുടെ കാര്യം അല്ല കേട്ടോ ഞങ്ങൾ പറഞ്ഞത്. അവർക്ക് വേണമെങ്കിൽ ഓൾഡ് ഏജ് ഹോം നേരിട്ട് വരാം, അവർക്ക് റിലാക്സ് ആയിട്ട് വർക്ക് ചെയ്യണം ഇനിയുള്ള കാലം എന്നുണ്ടെങ്കിൽ ഓൾഡ് ഏജ് ഹോം സെലക്ട് ചെയ്യാം. കാരണം അവർക്ക് ഇനി നോളജ് ഒരുപാട് കിട്ടേണ്ട ആവശ്യമില്ല. ഓൾറെഡി അവർ നല്ല രീതിയിൽ നാട്ടിലെ നഴ്സിംഗ് അത്രയും പക്കയായിട്ട് തന്നെയാണ്. അവർക്ക് പ്രാക്ടിക്കൽ എല്ലാം നന്നായി പഠിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലെ എല്ലാ ഡീറ്റെയിൽസും അവർ പഠിച്ചിട്ടാണ് അവർ പാസ്സായത്. അവർക്ക് ഇനി വന്നിട്ട് ഇവിടുത്തെ നോളജ് വീണ്ടും എന്താ പറയാ കളക്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെ ഒരു പഠിക്കാൻ വരുന്ന ഒരു കുട്ടി, അതും നമ്മുടെ ഹൗസ് ബിൽഡിങ്ങിന്റെ ഒരു പ്രത്യേകത സയൻസ് മാത്രമല്ല, കൊമേഴ്സ് എടുത്തവരോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്തവർ വരെ വരുന്നുണ്ട്. അപ്പൊ സയൻസിനെ പറ്റിയിട്ട് ഒരു നോളജും ഇല്ലാത്തവർ വരെ ഈ ഹൗസ് ബിൽഡിംഗ് കൊണ്ടുവന്നിട്ട് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് ഒരു ഹോസ്പിറ്റലിൽ പഠിക്കുവാണെങ്കിൽ കുറച്ച് വിവരം വെക്കും. എന്നിട്ട് നമ്മൾ ഈ മെഡിസിൻ കെയർ ഫീൽഡിലേക്ക് ഇറങ്ങുവാണെങ്കിൽ ഒത്തിരി ഉപയോഗം ഉണ്ടാവും. ഇനിയിപ്പോ 10 കൊല്ലം കഴിയുമ്പോൾ എന്തൊക്കെ റൂൾസ് വരും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും നല്ലത് നല്ലൊരു ഇടത്ത് പഠിച്ച് കുറച്ച് നോളജ് കിട്ടിയിട്ട് നഴ്സിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങുന്നതായിരിക്കും എന്നാണ് എനിക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാനുള്ളത്. എന്ന് കാര്യം നിങ്ങൾക്ക് കിട്ടിയ സ്ഥലം തെറ്റാണെന്നല്ല. ഇപ്പൊ ഈ ഓൾഡ് ഏജ് ഹോമിലുള്ളവർ ഇപ്പൊ ചിന്തിക്കുക, എന്റെ ആർബിറ്റ് ഗേബർ എനിക്കിപ്പോ ഓൾഡ് ഏജ് ഹോം ആണല്ലോ എന്ന് കാര്യം ടെൻഷൻ ആവാനല്ല ഇത് പറഞ്ഞത്. അതായത് നിങ്ങൾ ഒന്ന് മനസ്സിൽ ചിന്തിക്കണം ഈ ഒരു കാര്യം. അല്ലാണ്ട് ആ ഒരു ഓളത്തിന് ഉഴപ്പി പോവാണ്ട് ഞാനിപ്പോ പഠിക്കുന്ന ഒരാളാണെന്ന് ചിന്തിച്ച് എത്രത്തോളം നിങ്ങൾക്ക് പുതിയ നോളജ് കളക്ട് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന സ്റ്റേഷനിൽ, അതായത് ഓൾഡ് ഏജ് ഹോമിൽ ഒരുപാട് പേര് ഫ്ലാഗ് ക്രാഫ്റ്റ് ആയവരുണ്ടാവും. എല്ലാവരും അസിസ്റ്റന്റുമാരായിരിക്കില്ല, നഴ്സുമാരുണ്ടാവും. അപ്പൊ അവരോട് തന്നെ ഓരോ മെഡിസിനെ പറ്റിയിട്ടും ഓരോ ഇപ്പൊ അതിൽ പറഞ്ഞു നേരത്തെ അവിടെ ഡിമെൻസ് ഉള്ള പേഷ്യന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ക്യാൻസർ ഉള്ളവരുണ്ടാവും. അപ്പൊ അവരുടെ ഓരോ കാര്യങ്ങളെ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞ് നിങ്ങൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഒരു ഓൾഡ് ഏജ് ഹോമിലെ സ്ഥിരം അബ്ലോയ്സിൽ പോവാണ്ട്, അതായത് ഫുഡ് കൊടുക്കുക, വെറും ഗ്രൗണ്ട് ഫ്ലാഗ് ചെയ്യുക, അങ്ങനെ പോവാണ്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. കാരണം 3 കൊല്ലം കഴിഞ്ഞ് നിങ്ങളും ഒരു നേഴ്സാണ്. ക്രാങ്കൻ ഹൗസിൽ നിന്ന് പഠിച്ചാലും അല്ലെങ്കിൽ ആട്ടൻഹൈമിൽ നിന്ന് പഠിച്ചാലും രണ്ടുപേരും സെയിം ആയിട്ടാണ് പുറത്തിറങ്ങുന്നത്. പക്ഷെ എത്രത്തോളം നമ്മൾ ആ ടൈമിൽ പഠിക്കുന്നതിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് അറിവുണ്ടെങ്കിൽ നമുക്ക് പണിയെടുക്കാനും സുഖമായിരിക്കും, നമുക്ക് കൂടുതൽ കുത്തുവാക്കുകളും കേൾക്കേണ്ടി വരില്ല. ഓറിയന്റൈസേഴ്സ് നമ്മുടെ അവിടുത്തെ പേഷ്യൻസിന്റെ കാര്യം നമുക്ക് അവരുടെ ഡീറ്റെയിൽ എടുത്ത് പഠിക്കാനുള്ള അവര് ടൈപ്പ് തരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ചെയ്യാതെ ഉള്ളൂ. ആ ടൈം ചെയ്ത സമയത്തായാലും അത് അവര് തരുന്നുണ്ടായിരുന്നു. അവരുടെ ക്രാങ്ക് എന്താന്ന് പറഞ്ഞിട്ട് അതനുസരിച്ച് ഓരോ കാര്യങ്ങൾ പഠിക്കാന്നുള്ളത് അത് ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് കിട്ടി എത്രത്തോളം അപ്പൊ എന്റെ അഭിപ്രായം ചോദിക്കാൻ പോകുന്നത് ഞാൻ ഇപ്പോഴും ഓർത്തത്. നിന്റെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അതായത് നമ്മുടെ കേസ് അങ്ങനെ പറയാൻ പറ്റില്ല. അത് വേണ്ട, ഇപ്പൊ ഉള്ള ഗേബറിനെ വെച്ച് നീ തൃപ്തിയാണോ? ലൈക് തൃപ്തിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, അങ്ങനെയല്ല. ലൈക് ഓരോ കുട്ടികളെ കാൻഡിഡേറ്റ്സിനനുസരിച്ച് ഇരിക്കും അവരുടെ ആർബിറ്റ്. ലൈക് ചിലവർക്ക് ഇവിടെ വന്നിട്ട് എങ്ങനെയും ജർമ്മനിൽ എത്തിയാൽ മതി എന്നുള്ള വേണ്ട, ചിലവർക്ക് ജർമ്മനിൽ എത്തി രക്ഷപ്പെടണം എന്നുള്ള വേണ്ട, ചിലവർക്ക് ജർമ്മനിൽ എത്തി പഠിച്ച് പഠിച്ചിതാവുന്നുള്ളവർക്ക് ഏറ്റവും നല്ലത് ഹോസ്പിറ്റലാണ്. ഇപ്പൊ ചുമ്മാ എങ്ങനെയും ജർമ്മനിൽ എത്തിയാൽ മതി എന്നുള്ളവർക്ക് ലൈക്ക്, കാരണം മിക്ക ഏജൻസും നാട്ടിലത്തെ മിക്ക ഏജൻസും കണക്ട് ചെയ്യുന്നത് 80% ഓൾഡ് ഏജ് ഹോംസ് ആണ്, 20% ഡയറക്റ്റ് ഹോസ്പിറ്റലിലോട്ട് വരണുള്ളൂ. അപ്പൊ എങ്ങനെയും ജർമ്മനിൽ എത്തിയാൽ മതി എന്നുള്ളവർക്ക് ഏതായാലും വിഷയമില്ല.
അല്ലെങ്കിൽ അങ്ങനെ നേഴ്സിംഗ് ഫീൽഡ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഹോസ്പിറ്റലാണ് നല്ലത്. നേഴ്സിംഗ് ഫീൽഡ് അല്ല വേറെ ഏതെങ്കിലും ഫീൽഡിലോട്ട് മാറാനൊക്കെ ആണെങ്കിൽ ലൈക്ക് ഓൾഡ് ഏജ് ഹോമോ അല്ലെങ്കിൽ ആംബുലൻസിയോ. കാരണം ആംബുലൻസ് വെച്ചാൽ ജോഫി പറഞ്ഞാൽ പണി കഴിഞ്ഞു 10 മണിയാകുമ്പോൾ പണി കഴിഞ്ഞു, ചിലപ്പോൾ വൈകുന്നേരം 1 മണിക്കൂർ കൂടി പോകേണ്ടി വരും, അത്രേ ഉള്ളൂ. ബാക്കി ഡേ ടൈം മൊത്തം നമ്മൾ ഫ്രീ ആണ്. അപ്പൊ ഓരോ കാൻഡിഡേറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരുടെ എന്താ പറയാ ചൂസിങ്ങും കാര്യങ്ങളും. ചില ചൂസ് നമ്മുടെ ഫാമിലി സിറ്റുവേഷൻ വെച്ചാൽ എന്റെ ഫ്രണ്ട്സിന്റെ ചൂസ് ചെയ്ത് പുള്ളിക്കാരിക്ക് 4 പിള്ളേരുണ്ട്. അവരുടെ കാര്യം നമ്മൾ അതിലൊരു കുട്ടിക്ക് ക്രാങ്ക് ആയിട്ട് ഫിക്സ്ഡ് ആയിട്ട് ക്രാങ്ക് ആണ്. അപ്പൊ പുള്ളിക്കാരി കൊച്ചിന്റെ കാര്യം കൂടെ നോക്കണം. അതുകൊണ്ടാണ് പുള്ളിക്കാരി ആംബുലൻസ്. പുള്ളിക്കാരി ആദ്യം ഹോസ്പിറ്റലായിരുന്നു. അങ്ങനത്തെ സിറ്റുവേഷൻ ഫാമിലിയോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങള് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ലൈക്ക് അവരുടെ ആർബിറ്റ് സൂപ്പറാണ്. ഇപ്പൊ ഹോസ്പിറ്റൽ ഓൾഡ് ഏജ് ഹോം എടുക്കുക. ഇപ്പൊ നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റിയതാണ് ഹോസ്പിറ്റൽ എടുത്തോണ്ട് പറയുന്നത്. പക്ഷെ ചിലർക്ക് പഠിക്കണ്ട, ലൈക് പ്രാക്ടിക്കലും ചെയ്ത് എക്സ്പീരിയൻസും കാര്യം കൂടുതൽ ചെയ്ത്. പക്ഷെ ചിലർക്ക് എങ്ങനെ ജർമ്മനിൽ എത്തിയത് എങ്ങനെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി. മിക്കവർക്ക് അങ്ങനെയാണ് ചിന്ത. പക്ഷെ വന്നു കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. അതായത് പുതിയൊരു ഇതിലേക്ക് ചെന്ന് ഇപ്പൊ എനിക്കിപ്പം ആർട്ട് നേവി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു എക്സ്പോഷർ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ടേക്ക് കൊണ്ടുപോയിരിക്കും. ആഹലുള്ള യൂണിക് ക്ലിനിക്കിലൊക്കെ ഒരു വട്ടം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതെന്ത് സാധനം, ഇതെന്തിനാ, ഇതാരാ, ഇതെന്തിനാ ഉപയോഗിക്കണേ, ഇതെന്ത് സാധനം. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ തന്നെ ഹോസ്പിറ്റലിൽ കൂടുതൽ ഫാക്ക് വാട്ടറായിരിക്കും ഉപയോഗിക്കുന്നത്. അതായത് എന്താണോ അതിന് ശരിക്കുള്ള പേര് അതായിരിക്കും പറയുന്നത്. പക്ഷെ ആർട്ട് നേവിലൊക്കെ ലോക്കൽ ലാംഗ്വേജ് അനുസരിച്ച് ഇപ്പൊ എന്താ പറയാ അതനുസരിച്ച് അങ്ങനെയായിരിക്കും പറയുന്നത്. അപ്പം ഹോസ്പിറ്റലിൽ എത്തുമ്പോഴത്തേക്കാണെങ്കിൽ അതിന്റെ ബയോളജിക്കൽ ഇപ്പൊ നമുക്ക് അറിയുന്നത് ഫാക്ക് വാട്ടറാണ്. ഈ സാധാരണ മുൻകാൻസ് പ്രായം അറിയുന്നത് നമുക്ക് കുഴപ്പമില്ല. വർക്ക് ചെയ്യാൻ നമുക്ക് വേണ്ട ഫാക്ക് വാട്ടറാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി നല്ല ഹോസ്പിറ്റലായിരിക്കും. പക്ഷെ എന്റെ ചാട്ടനേമി കിട്ടിയോണ്ട് മോശം. അല്ല, നമ്മ നാട്ടിൽ നിന്ന് ഫാക്ക് വാട്ടറോ അല്ലെങ്കിൽ ഇതൊന്നും പഠിക്കാത്തടത്തോളം കാലം ഇതിവിടെ വന്നിട്ട് സെയിം ആയിരിക്കും നമ്മുടെ ബുദ്ധിമുട്ട്. തുടക്കത്തിൽ ബുദ്ധിമുട്ട് രണ്ടിനും സെയിം ആയിരിക്കും. ഇപ്പൊ നമുക്ക് എന്താ പറഞ്ഞ ലൈക്ക് ആ ക്ലിനിക്കൽ വേർഡ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യം നമുക്കറിയില്ല. ലോക്കൽ വേർഡ്സും നമുക്കറിയില്ല. നമുക്ക് നോർമൽ ജർമ്മൻ അറിയുള്ളൂ. നോർമൽ ജർമ്മനിയാണ് നമുക്ക് വന്നിട്ട് ഹോസ്പിറ്റലിൽ പണിയെടുക്കുകയാണെങ്കിൽ 6 മാസം നമുക്ക് തീർന്നു. പിന്നെ പാൽട്ടനേമി ചെല്ലുന്നിട്ട് അവര് ഉങ്കാണെങ്കിലും മാറാത്തവരുണ്ട്. നമ്മളെങ്ങനെ അവരുടെ അടുത്ത് സംസാരിച്ചു കുറച്ചൊക്കെ ഇരുന്ന് പഠിക്കണം. എന്നാലും മാറും. പഠിക്കണ കുറച്ച് പിന്നെ എന്താ വെച്ചാൽ ഇപ്പം ഹോസ്പിറ്റൽ വന്നോണ്ട് നമ്മൾ രക്ഷപ്പെട്ടൊന്നുമല്ല. ഇപ്പം ഒരു 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഞാൻ ചെയ്യാറില്ല, പക്ഷെ ചെയ്താൽ നല്ലതായിരിക്കും. മൊത്തത്തില് നമുക്ക് ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. നാഷണൽ ഇതിൽ നിങ്ങൾക്ക് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഞങ്ങൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് ഉൾപ്പെടുത്തിയത് ആർബിറ്റ് ഗേബർ ഏത് കിട്ടിയാലാണ് നല്ലത്, ക്രാങ്കൻ ഹൗസ് ആണോ ഓൾഡ് ഏജ് ഹോം ആണോ നല്ലത് മാത്രമാണ്. എക്സ്പീരിയൻസിൽ നിന്ന് ഇതിൽ നിന്ന് വ്യത്യസ്തമായ എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ഇങ്ങനെ എഴുതുക. അപ്പൊ ബാക്കിയുള്ളവരും അത് വായിച്ച് ആ എക്സ്പീരിയൻസും കൂടെ അറിയട്ടെ. അപ്പൊ എല്ലാം അറിഞ്ഞിട്ട് പിള്ളേർ ഇങ്ങോട്ട് വരണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. അല്ലാണ്ട് വെറുതെ ഇവിടെ കൊണ്ട് 1.5 ലക്ഷം സൈക്കിളുണ്ട് ഇത്രയും മാത്രം അറിഞ്ഞിട്ട് ആരും വരാതിരിക്കില്ല. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ബാക്കിയുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ എല്ലാരും കൂടി ഇങ്ങനെ കൂടുന്നതാണ്. അപ്പൊ അതിനെപ്പറ്റി ഇതിലേക്ക് നമുക്ക് അറിയാവുന്ന കാര്യം നമ്മൾ ഷെയർ ചെയ്തതാണ്. അതിനകത്ത് ലൈക്ക് ചീത്ത വിളിക്കാൻ ഇതൊന്നുമില്ല. പിന്നെ എന്താ നെഗറ്റീവ് കമന്റ്സ് എപ്പോഴും എന്താ പറയാ എല്ലാത്തിനും എല്ലാവരും സപ്പോർട്ട് ചെയ്യൂല. നെഗറ്റീവ് എന്തായാലും വരും. വരുമ്പോ നമ്മ അതിന് ലൈക്ക് പോസിറ്റീവ് അല്ലെങ്കിൽ നമുക്ക് ഫേക്ക് അക്കൗണ്ട് നെഗറ്റീവ് പറയാന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അതിന് മാറ്റി വേറെ എക്സ്പീരിയൻസ് ഉള്ളവരോട് അവര് പറയുന്നത് അത് കമന്റ് ചെയ്യാം. ലൈക്ക് അത് എന്താ പറയാ ഞങ്ങൾ അവരെ കുറ്റപ്പെടുത്തി പറയോ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ എല്ലാവരും എല്ലാ എക്സ്പീരിയൻസ് ആയിട്ടാണ് പറഞ്ഞത്. അല്ലാണ്ട് പോസിറ്റീവ് നെഗറ്റീവ് അല്ലെങ്കിൽ ഡിബേറ്റ് എന്ന രീതിയിലല്ല ഇവിടെ സംസാരിച്ചേക്കുന്നത്. ഈ പറയുന്ന ഇതിപ്പോ നമ്മൾ പറയാൻ കാരണം വെച്ചാൽ എല്ലാവരും ഓൾഡ് ഏജ് ഹോം അല്ലെങ്കിൽ ആംബുലൻസ് എല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇവിടെ വന്നിരുന്ന് പറയുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പൊ 1 ഇയറോളായി. അതുകൊണ്ടാണ് നമ്മൾ ഈ ടോപ്പിക് ചിലപ്പോ നാട്ടിലെ കുറച്ച് ഏജന്റുമാര് വരുമായിരിക്കും. നമുക്ക് അങ്ങനെ വ്യൂസ് കുറവാണ്. ഇപ്പൊ വലിയൊരു ചാനലായിരുന്നു നാട്ടിലെ കുറച്ച് ഏജന്റുമാര് വരും. ഓൾഡ് ഏജ് ഹോം ആണ് നല്ലതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ ഡാഡിക്ക് മമ്മിക്കൊക്കെ വിളിക്കാനായിട്ട്. അല്ല, നമ്മ ഓൾഡ് ഏജ് ഹോം നല്ലതാണെന്നല്ല പറയണേ. ഇപ്പൊ നമ്മളിപ്പോ ക്രാങ്കൻ ഹൗസിനാണ് നല്ലതാണ്. പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ലത് ക്രാങ്കൻ ഹൗസ്. ജനറൽ എത്താൻ താല്പര്യമുള്ളവർ ഇപ്പൊ നാട്ടിലെ കുറച്ച് ആൾക്കാര്
ഇപ്പം ഞാനൊക്കെ വന്ന ഏജന്റ് ഉണ്ടല്ലോ, പുള്ളിയൊക്കെ എന്തോ ഓൾഡേജ് ഹോം എന്തോ വലിയ സംഭവം ഒന്നും കയറ്റി വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ കുറച്ച് ഏജന്റുമാര് കാണുമല്ലോ. അല്ല എടാ, ഇപ്പൊ അവര് നമ്മള് ഓൾഡ് ഏജ് ഹോമിനെ പറ്റി പറഞ്ഞ നല്ല കാര്യങ്ങളൊന്നും അയാൾ കേൾക്കില്ല. നമ്മളെന്തോ ഓൾഡ് ഏജ് ഹോമിനെ കുറ്റപ്പെടുത്തി, അതായത് ഭയങ്കര വേഴ്സ് സ്ഥലമാണെന്ന് പറഞ്ഞ് അങ്ങ് ആക്കി എന്ന് പറഞ്ഞ അവര് കാണുള്ളൂ. അതിൽ ചെയ്യുന്നവരുണ്ടോ? ഇപ്പം ഇവന്റെ ഒരു കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ എന്റെ കുറച്ച് എളുപ്പമാണെങ്കിൽ ഞാൻ എളുപ്പമാണെന്ന് പറയത്തുള്ളൂ. അവനത് ബുദ്ധിമുട്ടാതെ പറയത്തുള്ളൂ. അതായത് സെയിം സ്ഥലത്തിന്റെ ഒരു 2 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ 2 ഓൾഡ് ഏജ് ഹോം ഉണ്ടോ? ഇതിൽ രണ്ടിടത്ത് 2 രീതിക്കായിരിക്കും സ്ട്രക്ചർ നടക്കുന്നുണ്ടാവും. നമ്മളിപ്പോ ഇതിനകത്ത് പറഞ്ഞ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളുമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇതുപോലെ കൂടുതലായിട്ട് ഞങ്ങളിൽ നിന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മൾ പറഞ്ഞതിൽ തെറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ അവര് കമന്റ് ചെയ്താൽ നമ്മളായാലും ഇപ്പൊ 1.5 year അല്ലെങ്കിൽ 2 year ആവണുള്ളൂ ജർമ്മനിൽ എത്തിയിട്ട്. അപ്പൊ നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ കൂടുതൽ നാളെ ജർമ്മനിൽ നിന്നേക്കണോ ഇത് കറക്റ്റ് ചെയ്ത് 10 കൊല്ലൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കുറവായാലും കുഴപ്പമില്ല. ഇതിന്റെ റീച്ച് കാശ് വേണം.